നാരായണ. ഹരി ഓം ഹരി ഓം. ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്ധം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയൈമാ പുരോ വിഭുഃ നിർമായ ചേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശാത്മകഃ
सोऽलङ्कृशीष्ट भगवान् वजांसि मे सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नुमः। कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। नमः पङ्कजनाभाय नमः पङ्कजमालिने नमः पङ्कजनेत्राय नमस्ते पङ्कजाङ्ग्रये। पीताम्बरं करविराजितशङ्खचक्रकौमोदगी सरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वातालयेशमनिशं हृदि भावयामि। वातालयेशमनिशं हृदि भावयामि। ओम नमो भगवते वासुदेवाय। ओम नमो नारायणाय। ओम श्री गुरुवायूरप्पा शरणम। ओम नमः परमऋषिभ्यो नमः। परमऋषिभ्यः श्री गुरुभ्यो नमः। ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണായ. നാരായണ. ഹരി ഓം. ഇപ്പം നമ്മൾ ഭാഗവത ജ്ഞാനഗംഗയിൽ ശ്രീകൃഷ്ണ ലീലാമൃതം രാസപഞ്ചാധ്യായി ഭഗവാന്റെ സാക്ഷാൽ രാസക്രീഡയിലേക്ക് എത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ 4 അധ്യായങ്ങളെ കൊണ്ട് തന്നെ ഭഗവാനും ഗോപികമാരും തമ്മിലുള്ളതായിട്ടുള്ള ആ ഒരു ബന്ധം എങ്ങനെയുള്ളതാണ്, ഉത്തമ ഭക്തകളാക്കി തീർക്കുകയാണ് ഭഗവാൻ ആ ഗോപികമാരെ ചെയ്യുന്നത്. അവരുടെ ആ ഒരു പ്രാകൃത ഭാവത്തിൽ നിന്ന് ഉയർത്തി ഭഗവത് സ്വരൂപത്തിലേക്ക് ഒന്നാക്കി തീർക്കാനാണ് ഭഗവാന്റെ ആ ഒരു അനുഗ്രഹഭാവം. അതിൻ്റെ വിശദമായിട്ടുള്ള അവതരണമാണ് നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളിലൊക്കെ കണ്ടത്. അതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് രാസക്രീഡ എന്ന് തന്നെ പറയുന്ന ആ ഭാഗം. അപ്പോൾ ഈ ഭാഗം ഈ പഞ്ചാധ്യായിയിലെ 5-ാം അധ്യായം, അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഭാഗം. ആ ഗോപികമാർക്ക് ഭഗവാന്റെ അനുഭവം കൊടുക്കുന്ന, അനുഭൂതി കൊടുക്കുന്ന, ആനന്ദം നൽകുന്ന, രസം നൽകുന്ന, അതാണ് രാസം. രസത്തെ സംബന്ധിച്ചത് രാസം. രസമെന്നാൽ ആനന്ദം, രസമെന്നാൽ ഈശ്വരൻ. ഈശ്വരന്റെ പര്യായ ശബ്ദമാണ് രസം എന്ന് ഉപനിഷത്തിൽ പറയുന്നുണ്ട്. രസോ വൈ സഹ രസഗഹ്യേവായം ലബ്ധ്വാനന്ദീ ഭവതി.
കൃഷ്ണ യജുർവേദത്തിലെ തൈത്തിരീയ ഉപനിഷത്തിലെ രണ്ടാമത്തെ വല്ലിയായ ബ്രഹ്മാനന്ദവല്ലി, ആ വല്ലിയിൽ ആനന്ദമീമാംസ എന്ന് പറയുന്ന ആനന്ദത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതായിട്ടുള്ള ആ സന്ദർഭത്തിൽ രസമെന്നാൽ അവനാണ് എന്നാണ്. അവനെന്നാൽ ഇവിടെ ആ ബ്രഹ്മതത്വം അഥവാ ഈശ്വരൻ എന്നാണ് അർത്ഥം. രസോ വൈ സഹ, സഹ രസഹ വൈ, അവൻ രസം തന്നെ എന്നാണ് അതിൻ്റെ അർത്ഥം. ആരാവൻ? അവൻ ബ്രഹ്മം. അത് ബ്രഹ്മം ആനന്ദം തന്നെ, രസം തന്നെ. ആ ബ്രഹ്മത്തെ ലഭിച്ചു കഴിഞ്ഞാൽ രസഗഹ്യേവായം ലബ്ധ്വ, ആ രസത്തെ ആരാണോ ലഭിക്കുന്നത്, ആർക്കാണോ ലഭിക്കുന്നത്, അവൻ ആനന്ദീഭവതി, അവൻ ആനന്ദിയായി ഭവിക്കുന്നു, അവനും ഭഗവത് സ്വരൂപമായി ഭവിക്കുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ രസശബ്ദം ആ രീതിയിൽ വേണം നമ്മൾ ജീവ ഈശ്വര ഐക്യത്തിൽ നിന്നുണ്ടാകുന്ന ആനന്ദ അനുഭൂതിയാണ് ഈ പറയുന്ന രസം അഥവാ രാസം. ആ രാസത്തിൻ്റെ എന്താ പറയുക, ആവിർഭാവം അഥവാ ഉത്സവം, രാസോത്സവം. ഉത്സവം എന്ന് പറഞ്ഞാൽ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുക എന്നാണ്. അപ്പോൾ ആനന്ദം കവിഞ്ഞൊഴുകുന്ന ആ ഒരു ഉത്സവം തന്നെയാണ് ഇവിടെ രാസോത്സവം. ആ രാസോത്സവം അതിനെ വളരെ ഒരു ചമൽക്കാരപൂർണമായി അഥവാ ഒരു ഡ്രമാറ്റിക്കായിട്ട് ഉള്ളൊരു അവതരണമാണ് ഭാഗവതത്തിലെ രാസക്രീഡ. ഒരു ജീവൻ ഈശ്വരനുമായി ചേരുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദ അനുഭൂതിയെ വർണ്ണിക്കാൻ വാക്കുകളില്ല. അപ്പോൾ അതിനെ ഒരു വളരെ ചമൽക്കാരപൂർണമായ ഒരു നൃത്ത ഉത്സവമായിട്ട് വർണ്ണിക്കുകയാണ്. നമ്മളൊക്കെ ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങൾ കൊണ്ടാടുന്നത് ആ ഈശ്വര ചൈതന്യത്തിൻ്റെ സമൃദ്ധി കൊണ്ട് നിറഞ്ഞൊഴുകി ആ ദേശവാസികൾ മുഴുവൻ ആനന്ദമനുഭവിക്കുന്നതിൻ്റെ ഒരു ചെറിയ പ്രതീകമാണ് ആ ഉത്സവത്തിൽ കാട്ടിക്കൂട്ടുന്ന എല്ലാ ചേഷ്ടകളും. ആനകളും എഴുന്നള്ളത്തുകളും വാദ്യഘോഷങ്ങളും മറ്റ് കെട്ടുകാഴ്ചകളും, എന്തെല്ലാം ഒരു ഉത്സവത്തോട് എന്താ പറയുക, അതിൻ്റെ ഒരു എക്സ്റ്റീരിയർ ആയിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷനായിട്ട് കാണിക്കണതല്ല. വാസ്തവത്തിൽ അവിടെ താന്ത്രികമായിട്ടുള്ള ചടങ്ങുകളെ കൊണ്ടാണ് ഉത്സവം നടക്കുന്നത്. ഉത്സവം എന്നുള്ളതിൽ പ്രധാനം അതിലെ ചടങ്ങുകളാണ്. താന്ത്രികമായിട്ടുള്ള ചടങ്ങുകളിലൂടെ ചൈതന്യം നിറഞ്ഞൊഴുകുക. ആ ചൈതന്യം ആനന്ദം തന്നെയാണ്, സച്ചിദാനന്ദം തന്നെയാണ്, ആ ചിത്ത് തന്നെയാണ് ആനന്ദവും. അപ്പോൾ ആനന്ദം നിറഞ്ഞൊഴുകുക, ചൈതന്യം നിറഞ്ഞൊഴുകുക എന്ന് പറഞ്ഞാൽ ആനന്ദം നിറഞ്ഞൊഴുകുക തന്നെയാണ്. ചൈതന്യവും ആനന്ദവും ബ്രഹ്മത്തിൻ്റെ പര്യായ ശബ്ദങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതീകാത്മകമായി അതിനെ കൂടുതൽ എങ്ങനെ വർണ്ണിക്കാൻ പറ്റും, എങ്ങനെ അവതരിപ്പിക്കാൻ പറ്റും, അതാണ് ക്ഷേത്രങ്ങളിൽ പല ചടങ്ങുകളായി, പല എന്താ പറയുക ആഘോഷങ്ങളായി, വാദ്യഘോഷങ്ങളും നൃത്യങ്ങളും എഴുന്നള്ളത്തുകളും എല്ലാമായിട്ട്, വെടിക്കെട്ടുകളും എല്ലാമായിട്ട് കാട്ടിക്കൂട്ടുന്നത്. അവിടെ യഥാർത്ഥത്തിൽ ഓരോ ഭക്തനും തൻ്റെ ഉള്ളിൽ ആ ചൈതന്യം നിറഞ്ഞ് ആനന്ദം അനുഭവിക്കുന്നതിൻ്റെ ഒരു പ്രതീകമാണ്. അപ്പം അതുപോലെ ഈ കവിയുടെ ഒരു അവതരണമാണ് ഈ രാസലീല, രാസക്രീഡ, രാസോത്സവം എന്നൊക്കെ ഉള്ളത്. ജീവൻ ഈശ്വരനുമായി ഐക്യം പ്രാപിച്ച് ആനന്ദ അനുഭൂതിയിൽ മുഴുകുന്ന ആ ഒരു അവസരം.
ഈ ആനന്ദമാണ് അവരിനി എന്നും സ്മരിക്കാൻ പോകുന്നത്. ഈ അനുഭവിച്ച സുഖം ഒരിക്കലും ഗോപികമാരെ വിട്ടുപോവില്ല. ആ ഈശ്വരാനുഭൂതി ഒരിക്കൽ കിട്ടിയിട്ടുള്ളവർക്ക് പിന്നെ അതിനുവേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഏതെങ്കിലും ഒരു രുചിയുള്ള പദാർത്ഥം നമ്മൾ ഒരിക്കൽ ആസ്വദിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ മനസ്സിൽ അത് കൊണ്ടു നടക്കും, എപ്പോഴും കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെയാണ് നമുക്ക് സുഖമുള്ള ഏതൊരു അനുഭവവും നമ്മൾ ഉള്ളിൽ സൂക്ഷിക്കും, അതിനുവേണ്ടി കൊതിച്ചുകൊണ്ടേയിരിക്കും, അതിനെ മറക്കാനാവില്ല. അതുപോലെ യോഗികൾ ധ്യാനത്തിൽ ആദ്യം അല്പാൽപമായിട്ട് ആ ഈശ്വരനെ അനുഭവിച്ചറിയുന്നു. നമ്മുടെ നാരദന്റെ കഥയിൽ പോലും നമുക്കറിയാം, നാരദന്റെ പൂർവ്വ ജന്മത്തിൽ അദ്ദേഹത്തിന് സത്സംഗത്തിൽ നിന്ന് കിട്ടിയതായിട്ടുള്ള ആ ഒരു സംസ്കാരം കൊണ്ട് അമ്മ മരിച്ച ശേഷം അദ്ദേഹം വനത്തിൽ ചെന്നിരുന്ന് ഈശ്വരനെ ധ്യാനിക്കുന്നതും, അങ്ങനെ അദ്ദേഹത്തിന് കഠിനമായിട്ടുള്ള അദ്ദേഹത്തിന്റെ തപസ്സിൽ നിന്ന് ഈശ്വരൻ ഒരു പ്രാവശ്യം അദ്ദേഹത്തിന്റെ ഉള്ളിലൊന്ന് മിന്നി മറഞ്ഞു. അതിൽ നിന്ന് കിട്ടിയതായിട്ടുള്ള ആ അനുഭൂതി അദ്ദേഹം വീണ്ടും വീണ്ടും ശ്രമിച്ചപ്പോൾ അശരീരി ഉണ്ടായി. അദ്ദേഹത്തോട് പറഞ്ഞു, അശരീരി, ഈ ജന്മത്തിൽ അങ്ങയ്ക്ക് ഇത്രയേ ഉള്ളൂ, ഇനിയും അങ്ങ് സത്സംഗം ചെയ്തു നടക്കൂ, അടുത്ത ജന്മത്തിൽ അങ്ങ് ഭഗവാന്റെ സ്വന്തം ആളായി തീരും എന്ന് പറയുന്ന ആ കഥ പോലെ തന്നെയാണ് എല്ലാവരുടെ കഥയും. നമ്മൾ ഈശ്വരപ്രാപ്തിക്ക് വേണ്ടി, ഈശ്വര അനുഭവത്തിന് വേണ്ടി ധ്യാന സമാധികളൊക്കെ അഭ്യസിക്കുമ്പോൾ ആദ്യം ഒരു മിന്നൽ പോലെ ഇങ്ങനെ ഈശ്വരൻ്റെ ആ ഒരു അനുഗ്രഹം നമ്മുടെ ഉള്ളിൽ നമ്മൾ അനുഭവിക്കും. അതിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള ആ ഒരു ആനന്ദം നമ്മളെ വീണ്ടും 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 അതിലേക്ക് കൊതിയോടുകൂടെ ആ അനുഭവം നിരന്തരമാവണം എന്നുള്ള ഒരു ടെംപ്ടേഷൻ എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. നമ്മൾ അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ ആ ഈശ്വര സാക്ഷാത്കാരം എന്ന് പറയുന്ന ജ്ഞാനനിഷ്ഠ, ആത്മനിഷ്ഠ, ബ്രഹ്മനിഷ്ഠ എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും. യദ്ഭാവഃ തദ്ഭവതി. അപ്പോൾ ആ ഒരു ആനന്ദത്തിന് ഉപമിക്കാൻ വേറൊന്നുമില്ല. അതുകൊണ്ട് ലൗകികരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ തലത്തിൽ ഉള്ള ഉപമകളെ കൊണ്ടാണ് കവികൾ അതിനെയെല്ലാം വർണ്ണിച്ചിരിക്കുന്നത്. സഹൃദയന്മാരായിട്ടുള്ളവർക്ക് അത് ഉൾക്കൊള്ളാനാവും, അതിൻ്റെ തത്വം മനസ്സിലാവും. അല്ലാത്ത മൂഢജനങ്ങൾ എന്താ പറയുക, വിഡ്ഢിത്തരങ്ങൾ ചിന്തിച്ച് വിഡ്ഢിത്തരങ്ങൾ പറഞ്ഞ് കാലം കഴിക്കും. അവർക്ക് ഈ അനുഭവം ഉണ്ടാവുകയില്ല. അത്ര തന്നെ. അപ്പം അതുകൊണ്ട് നമ്മൾ വിഡ്ഢികളാവാതിരിക്കുക, നമ്മൾ കവിയുടെ ഹൃദയം ഉൾക്കൊള്ളുക, ഭഗവാന്റെ ലീലയുടെ താല്പര്യം ഉൾക്കൊള്ളുക, എന്നിട്ട് അത് ആസ്വദിക്കുക. അതിൽ നിന്ന് നമുക്കും ആനന്ദ അനുഭവം ഉണ്ടാകട്ടെ. ആ ഗോപികമാർ ഭഗവാനെ എങ്ങനെയാണോ അനുഭവിച്ചറിഞ്ഞത്, ആ ആനന്ദം നമ്മളുടെ കൂടെയും എപ്പോഴും ഉണ്ടാവട്ടെ. നമുക്ക് ആ ഭഗവാനിൽ നിന്ന് ഉണ്ടാകുന്ന ആനന്ദം വിട്ടുമാറാതിരിക്കാൻ, എപ്പോഴും ഭഗവാനെ തന്നെ സ്മരിക്കാൻ ഒരു പ്രേരണ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവട്ടെ. നമുക്ക് ഈ 33-ാം അധ്യായം വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ 33-തമോऽധ്യായഃ. ശ്രീശുക ഉവാച. ഇത്തം ഭഗവതോ ഗോപ്യഃ ശ്രുത്വാ വാചഃ സുപേശലാഃ ജഹുർവിരഹജം താപം തതംഗോപജിതാശിഷഃ. തത്രാരഭത ഗോവിന്ദോ രാസക്രീഡാമനുവ്രതൈഃ സ്ത്രീരത്നൈരന്വിതപ്രീതൈഃ
അന്യോന്യാബദ്ധബാഹുഭിഃ രാസോത്സവ സംപ്രവൃത്തോ ഗോപീമണ്ഡലമണ്ഡിതഃ യോഗേശ്വരേണ കൃഷ്ണേന താസാം മധ്യേ ദ്വയോർദ്വയോഃ പ്രവിഷ്ടേന ഗൃഹീതാനാം കണ്ഠേ സ്വനികടം സ്ത്രിയഃ യം മന്യേരന്നവസ്താവത് വിമാനശതസങ്കുലം ദിവൗകസാം സദാരാണാം ഔത്സുക്യാവഹൃതാത്മനാം തതോ ദുന്ദുഭയോ നേതുഃ നിപേതുഃ പുഷ്പപുഷ്പയഃ ജഗുർഗന്ധർവപതയഃ സ്വസ്ത്രീകാസ്തദ്യശോമലം. ക്ലാസ് സമയത്തെ വിളിക്കുള്ളൂ. ജഗുർഗന്ധർവപതയഃ സസ്ത്രീകാസ്തദ്യശോമലം വലയാനാം നൂപുരാണാം കിങ്കിണീനാം ച യോഷിതാം സപ്രിയാണാമഭൂത് ശബ്ദഃ തുമുലോ രാസമണ്ഡലേ തത്രാദിശുശുഭേതാഭിഃ ഭഗവാൻ ദേവകീസുതഃ മധ്യേ മണീനാം ഹൈമാനാം മഹാമാരകതോ യദാ പാദന്യാസൈർഭുജവിദുതിഭിഃ സസ്മിതൈർഭ്രൂവിലാസൈഃ ഭജ്യന്മദ്യൈഃ ചലകുചപടൈഃ കുണ്ഡലൈർഗണ്ഡലോലൈഃ സ്വിദ്യന്മുഖ്യഃ കബരരചനാഗ്രന്ഥയത് കൃഷ്ണവദ്വോ ഗായന്ത്യസ്തം തടിദൈവതാ മേഘചക്രേ വിരേജുഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ 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 നാരായണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഉച്ചൈർജഗുർനൃത്യമാനാഃ രക്തകണ്ഡ്യോരതിപ്രിയാഃ കൃഷ്ണാഭിമർശമുദിതാഃ യദ്ഗീതേനേദമാവൃതം കാചിൽ സമം മുകുന്ദേന സ്വരജാതീഃ അമിശ്രിതാഃ ഉന്നിന്യേ പൂജിതാ തേന പ്രിയതാ സാധു സാധ്വിതി തദേവ ധ്രുവമുന്നിന്യേ തസ്യൈ മാനം ച ബഹ്വദാത്. കാചിത് രാസപരിശ്രാന്ത പാർശ്വസ്തസ്യ ഗദാഭൃതഃ ജഗ്രാഹ ബാഹുനാ സ്കന്ധം സ്ലതദ്വലയമല്ലികാ തത്രൈകാം സഗദം ബാഹും കൃഷ്ണസ്യോത്പലസൗരഭം ചന്ദനാലിപ്തമാഗ്രായ ഹൃഷ്ടരോമാചുചുംബഃ കസ്യാശ്ചിന്നാട്യവിക്ഷിപ്തകുണ്ഡലത്വിഷമണ്ഡിതം ഗണ്ഡം ഗണ്ഡേ സന്ദധത്യാ അഗാതാംബൂലചർവിതം നൃത്യന്തി ഗായതി കാചിത് കൂചന്നൂപുരമേഖലാ പാർശ്വസ്ഥാച്യുതഹസ്താബ്ജം ശ്രാന്താധാസ്തനയോ ശിവം. ഗോപ്യോ ലബ്ധ്വാച്യുതം കാന്തം ശ്രിയ ഏകാന്തവല്ലഭം ഗൃഹീതകണ്ഡ്യസ്തദ്ദോർഭ്യാം ഗായന്ത്യസ്തം വിജഹ്രിരേ. കർണോത്പലാളകവിഡംഗകപോലകർമ്മവക്ത്രശ്രിയോ വലയനൂപുരഘോഷവാദ്യൈഃ ഗോപ്യഃ സമം ഭഗവദാനനൃദുഃ സ്വകേശസ്രസ്തസ്രജോ ഭ്രമരഗായകരാസഗോഷ്ഠ്യാം. ഏവം പരിഷ്വംഗകരാവിമർശസ്നിഗ്ധേക്ഷണോദ്ദാമ വിലാസഹാസൈഃ രമേ രമേശോ വ്രജസുന്ദരീഭിഃ യഥാർഭകസ്വപ്രതിബിംബവിഭ്രമഃ തദംഗസംഗപ്രമുദാകുലേന്ദ്രിയാഃ കേശാന്തുകൂലം കുചപട്ടികാം വാ മാഞ്ച പൃഥിവ്യോടുമലം വ്രജസ്ത്രിയോ
വിസ്രസ്തമാലാഭരണ കുരുദ്വഃ. കൃഷ്ണവിക്രീഡിതം വീക്ഷ്യ മുമുഹു കേചരസ്ത്രിയഃ കാമാർദിതാ ശശാങ്കശ്ച സഗണോ വിസ്മിതോഭവത്. കൃത്വാ താവന്തമാത്മാനം യാവതീർഗോപയോഷിതഃ രമേ സ ഭഗവാൻ താഭിഃ ആത്മാരാമോപി ലീലയാ. താസാം അതിവിഹാരേണ ശ്രാന്താനാം വദനാനി സഹ പ്രാമൃജത്കരുണഃ പ്രേമ്ണാ ശന്തമേനാംഗപാണിനാ. ഗോപ്യസ്ഫുരത്പുരടകുണ്ടലകുണ്ടളത്വിദ്ഗണ്ഡശ്രിയാ സുദിതഹാസനിരീക്ഷണേന മാനം ദദത്യ ഋഷഭസ്യ ജഗുകൃതാനി പുണ്യാനി തത്കരരുഹസ്പർശ പ്രമോദാഃ. താഭിർയുതശ്രമമപോഹിതുമംഗസംഗകൃഷ്ടസ്രജഃ സകുചകുങ്കുമരഞ്ജിതായാഃ ഗന്ധർവപാളിഭിരനുദ്രുത ആവിശദ്വാഃ. ശ്രാന്തോ ഗജീഭിരിബരാടിവ ഭിന്നസേതുഃ. സോംബസ്യലം യുവതിഭിഃ പരിഷിച്യമാനഃ പ്രേംണേക്ഷിതപ്രഹസതീഭിരിതസ്തതോംഗ. വൈമാനികൈകുസുമവർഷിഭിരിഡ്യമാനോ രേമേ സ്വയം സ്വരതിരത്ര ഗജേന്ദ്രലീലഃ. തതശ്ച കൃഷ്ണോ ഭവനെ ജലസ്ഥലപ്രസൂനഗന്ധാനിലജുഷ്ടദിക്തടേ ചചാര ഭൃംഗപ്രമദാഗണാവൃതോ യഥാ മദച്യുദ്വിരതഃ കരേണുഭിഃ. ഏവം ശശാങ്കാംശു വിരാജിതാ നിശാഃ സസത്യകാമോ അനുരതാബലാഗണഃ. സിഷേവ ആത്മന്യവരുദ്ധസൗരദഃ സർവാ ശരത്കാവ്യകഥാരസാശ്രയാഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. രാജോവാച സംസ്ഥാപനായ ധർമ്മസ്യ പ്രശമായേതരസ്യ ച അവതീർണോ ഹി ഭഗവാൻ അംശേന ജഗദീശ്വരഃ. സ കഥം ധർമ്മസേതൂനാം വക്താ കർത്താഭിരക്ഷിത പ്രതീപമാചരത് ബ്രഹ്മൻ പരദ്വാരാഭിമർശനം. ആപ്തകാമോ യദുപതിഃ കൃതവാൻ വൈ ജുഗുപ്സിതം കിമഭിപ്രായയേതം നഃ സംശയം ചിന്തി സുവ്രത. ശ്രീശുക ഉവാച ധർമ്മവ്യതിക്രമോ ദൃഷ്ടഃ ഈശ്വരാണാം ച സാഹസം തേജീയസാം ന ദോഷായ വഹ്നേ സർവഭുജോ യദാം. നൈതത് സമാചരേജ്ജാതു മനസാഭിഹ്യനീശ്വരഃ വിനശ്യത്യാചരൻ മൗഢ്യാത് യഥാ രുദ്രോ അബ്ദിജം വിഷം. ഈശ്വരാണം വചഃ സത്യം തഥൈവാചരിതം ക്വചിത് തേഷാം യത് സ്വവചോ യുക്തം ബുദ്ധിമാൻ തത്സമാചരേത്. കുശലാചരിതേനൈഷാം ഇഹ സ്വാർത്ഥോ ന വിദ്യതേ വിപര്യയേണ വാ നർത്തോ നിരഹങ്കാരിണാം പ്രഭോ. കിമുദാകില സത്വാനാം തിര്യങ് മർത്യതിഭൗഗസാം ഈശിതുശ്ചേഷിതവ്യാനാം കുശലാന്വയഃ. യത്പാദപങ്കജപരാഗംശേവ തൃപ്താം യോഗപ്രഭാവമിതുദാകില കർമ്മബന്ധാഃ. സ്വൈരം ചരന്തി മുനയോപി ന നഹ്യമാനാഃ തസ്യേച്ഛയാ തവ പുഷഃ കുത ഏവ ബന്ധഃ. ഗോപീനാം തത്പതീനാം ച സർവേഷാമേവ ദേഹിനാം യോംദശ്ചരതി സോദ്യക്ഷഃ ക്രീഡനേനേഹ ദേഹഭാക്. അനുഗ്രഹായ ഭൂതാനാം മാനുഷം ദേഹമാസ്ഥിതഃ ഭജതേ താദൃശീ ക്രീഡാ യാ ശ്രുത്വാ തത്പരോ ഭവേത്. നാസൂയൻ ഖലു കൃഷ്ണായ മോഹിതാസ്തസ്യ മായയാ മന്യമാനാ സ്വപാർശ്വസ്താൻ സ്വാൻ സ്വാൻ ദാരാൻ വ്രജൗഗസഃ. ബ്രഹ്മരാത്ര ഉപാവൃത്തെ
വാസുദേവാനുമോദിതാഃ അനിച്ഛന്ത്യോ യയുർഗോപ്യഃ സ്വഗൃഹാൻ ഭഗവത്പ്രിയാഃ വിക്രീഡിതം വ്രജവധൂഭിരിതം ച വിഷ്ണോഃ ശ്രദ്ധാന്വിതോനുശൃണുയാത് അദവർണയേദ്യഃ ഭക്തിം പരാം ഭഗവതി പ്രതിലഭ്യ കാമം ഹൃദ്രോഗമാശ്വപഹിനോത്യചിരേണ ധീരഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ രാസക്രീഡാവർണ്ണനം നാമ ത്രയത്രിംശത്തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. അപ്പോൾ യഥാർത്ഥ രാസക്രീഡ വർണ്ണനം ഈ 33-ാം അധ്യായത്തിലെ 1 മുതൽ 26 വരെയുള്ള ശ്ലോകങ്ങളാണ്. അത് കഴിഞ്ഞ് പരീക്ഷത്ത് രാജാവിൻ്റെ സംശയങ്ങൾ, ലൗകികന്മാർക്കുണ്ടാകുന്ന സംശയങ്ങൾ തന്നെയാണ്. അത് എന്നോ ഉത്തരം പറയപ്പെട്ടിരിക്കുന്നു. പക്ഷെ ഇന്നും ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു മൂഢജനങ്ങൾ. കാരണം അതൊന്നും മര്യാദയ്ക്ക് പഠിക്കുന്നില്ല. വല്ല എന്താ പറയുക, പൈങ്കിളി കഥകൾ വായിക്കും പോലെ എവിടെയെങ്കിലുമൊക്കെ അമർചിത്ര കഥകൾ പോലെയുള്ള കഥകൾ വായിച്ചിട്ട് ഈ വലിയ വലിയ കാര്യങ്ങൾ ഗ്രഹിക്കാൻ ശ്രമിക്കുകയാണ്. ഇതൊന്നും അങ്ങനെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളല്ല. വെറും കഥാരൂപത്തിൽ അമർചിത്ര കഥകൾ വായിക്കും പോലെ വായിക്കാനുള്ളതല്ല ഭഗവാന്റെ ഈ അത്ഭുത ലീലകളൊക്കെ. ഭഗവാന്റെ ലീലകളൊക്കെ തന്നെ അഗാധമായിട്ടുള്ള തത്വങ്ങൾ അടങ്ങിയതായിട്ടുള്ള കാര്യങ്ങളാണ്. അതെല്ലാം നമ്മൾ പല ലീലകളും വിസ്തരിച്ച് കണ്ടു. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി ഭഗവാൻ ആരാണ്, ഭഗവാന്റെ ഈ ലീലകളുടെ തത്വങ്ങൾ എന്തൊക്കെയാണ്, ഭഗവാന്റെ ഭക്തജനങ്ങളായിട്ടുള്ള ഗോപികൾ എങ്ങനെയുള്ളവരാണ്, ഇതൊക്കെ വേണ്ട പോലെ ഉൾക്കൊണ്ടിട്ടുള്ളവർക്കേ, അതുപോലെ ഈ ഭാഗങ്ങളൊക്കെ ആഴത്തിൽ മനസ്സിരുത്തി വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ളവർക്കേ ഇതിൻ്റെ തത്വം വേണ്ട പോലെ ഗ്രഹിക്കാൻ പറ്റുള്ളൂ, തൃപ്തി ഉണ്ടാവുകയുള്ളൂ. അല്ലാത്തവർക്ക് എപ്പോഴും ഈ മനസ്സിലാവാത്തത് കൊണ്ട്, കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റാത്തത് കൊണ്ടുള്ള അതൃപ്തി, അത് സംശയരൂപത്തിൽ എപ്പോഴും ഉദിച്ചുദിച്ചു വരും. അതിനെന്താ വഴി? നല്ലോണം പഠിക്കുക. ആ സംശയങ്ങളെല്ലാം തീരാനായിക്കൊണ്ട് ശരിക്കും വ്യാസൻ എന്താണ് എഴുതി വച്ചിരിക്കുന്നത് അതിനെ മനസ്സിരുത്തി ഓരോ പദവും, അല്ലേ, ഓരോ ശ്ലോകവും ഓരോ വാക്യവും ഓരോ വാക്കും അതിൻ്റെ അർത്ഥത്തിൽ ശരിക്ക് ഗ്രഹിക്കുക. അപ്പം എല്ലാ സംശയങ്ങളും നീങ്ങും. അപ്പോൾ അതിനുള്ള ഭാഗ്യം ലഭിച്ചവരാണ് നമ്മളൊക്കെ എന്ന് കരുതുക. അതിന് സുഹൃതം ചെയ്തത് കൊണ്ടാണ് ഇത്രയും ശ്രദ്ധയോടെ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ഈ ഭാഗവത ജ്ഞാനഗംഗ കേൾക്കാൻ സാധിക്കുന്നത്. 865-ലധികം എപ്പിസോഡുകളായി. ഇത്രയും എപ്പിസോഡുകളും മുടങ്ങാതെ കാണുകയും പല പ്രാവശ്യം കാണുകയും ചെയ്തിട്ടുള്ളവരാണ് നിങ്ങൾ, അല്ലേ? പലരും പല ഭാഗങ്ങളും വീണ്ടും വീണ്ടും ആവർത്തിച്ച് കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു സുഹൃതം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. എല്ലാവർക്കും ആ ശ്രദ്ധയുണ്ടാകുന്നില്ല.
അതെന്തുകൊണ്ട്? ആ സുഹൃതം ഇല്ലായ്മ കൊണ്ട്. അപ്പോൾ നമുക്ക് വ്യാസൻ പറയുന്നത് എന്താണെന്ന് നോക്കാം. ഇതിൽ നമ്മളൊന്നും കൂട്ടുകയും വേണ്ട, കുറയ്ക്കുകയും വേണ്ട, അല്ലേ? കാര്യങ്ങളെ ഉള്ളതുപോലെ കാണാൻ പഠിക്കാം. ഇത് അങ്ങനെയല്ല. നമ്മൾ സാധാരണ ഏത് വിഷയമാണെങ്കിലും, ലോകവർത്തമാനങ്ങളാണെങ്കിലും, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും കൂട്ടുകയും എന്തെങ്കിലുമൊക്കെ കുറയ്ക്കുകയും ചെയ്തിട്ടാണ് അടുത്ത ആൾക്ക് കൈമാറ്റം ചെയ്യുന്നത്. ശാസ്ത്രങ്ങളെ സംബന്ധിച്ചത് ചെയ്യാൻ പാടുള്ളതല്ല. അത് വേദങ്ങളും ഉപനിഷത്തുക്കളും ഇതിഹാസ പുരാണങ്ങളും ഒക്കെ അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് കുറയ്ക്കാനും കൂട്ടാനും ഉള്ളതല്ല. അതിൻ്റെ കർത്താവായിട്ടുള്ള കവി വ്യാസൻ, അദ്ദേഹം എന്ത് പറഞ്ഞോ അത് അതുപോലെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാനേ പാടുള്ളൂ. അത് നമ്മൾ അതുപോലെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, എന്നിട്ട് അതുപോലെ അങ്ങോട്ട് കൈമാറ്റം ചെയ്യുക. നമ്മുടേതായിട്ടുള്ള പൊടുപ്പും തൊങ്കലും നിറം ചേർക്കലുകളും, അല്ലേ, മസാല ചേർക്കലുകളും ഒന്നും വേണ്ട. ഉള്ളതുപോലെ കാണാം. അതാണ് വേണ്ടത്. നമ്മളെ പല സാഹിത്യകാരന്മാരും ഇതുപോലെയുള്ള കൃതികളെ അവരുടെ ഭാവന കൊണ്ട് വിസ്തരിച്ച് വഷളാക്കിയിട്ടുണ്ട്. നമ്മുടെ MT വാസുദേവൻ നായർ മഹാഭാരതത്തെ രണ്ടാമൂഴമാക്കി, എന്താ പറയുക, ഞാനൊന്നും പറയുന്നില്ല. അതുപോലെ ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള ഭാവന കൊണ്ട് ഇതിനെ എങ്ങനെയൊക്കെയോ ആക്കിയിട്ടുണ്ട്. നമുക്കതൊന്നും വേണ്ട, അതൊക്കെ മാറ്റി വയ്ക്കുക. അതൊരു വ്യാസൻ എന്ത് പറയണമെന്ന് കേൾക്കാം. നമുക്ക് 33-ാം അധ്യായത്തിലേക്ക് വരാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അധ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ പൂർവാർദ്ധേ 33-തമോऽധ്യായः. ശ്രീശുക ഉവാച. ഇത്തം ഭഗവതോ ഗോപ്യഃ ശ്രുത്വാ വാചഃ സുപേശലാഃ ജഹുർവിരഹജം താപം തദംഗോപജിതാശിഷഃ. ശ്രീശുക ഉവാച. ഇത്തം ഭഗവതോ ഗോപ്യഃ ശ്രുത്വാ വാചഃ സുപേശലാഃ ജഹുർവിരഹജം താപം തദംഗോപജിതാശിഷഃ. ശ്രീശുക ബ്രഹ്മർഷി തുടരുന്നു. ഇത്തം ഭഗവതഃ സുപേശലാഃ വാചഃ ശ്രുത്വാ ഗോപ്യഃ വിരഹജം താപം ജഹുഃ തദംഗോപജിത ആശിഷഃ. അപ്പോൾ ഇപ്രകാരം കഴിഞ്ഞ അധ്യായത്തിലെ അവസാന ഭാഗം മുഴുവൻ ഭഗവാന്റെ വ്യാഖ്യാനമായിരുന്നു, അല്ലേ? ആളുകളുടെ പരസ്പര സ്നേഹത്തെക്കുറിച്ചിട്ടുള്ള ചോദ്യത്തിന് ഭഗവാൻ വളരെ മനോഹരമായിട്ട് പലതരത്തിലുള്ള സ്നേഹങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അവസാനം താൻ എങ്ങനെയാണ് ആരെയും തിരിച്ച് ഭജിക്കാതിരിക്കുന്നത്, എന്തുകൊണ്ട് തന്നെ ഭജിക്കുന്നവരെയും താൻ ഭജിക്കുന്നില്ല, എന്തുകൊണ്ടെച്ചാൽ അവർക്ക് തന്നിൽ എപ്പോഴും ബുദ്ധി ഇരിക്കാൻ വേണ്ടി, അവരുടെ ചിന്ത, മനസ്സ് എപ്പോഴും തന്നെ ചിന്തിക്കാൻ വേണ്ടി, നമ്മൾ ഏതെങ്കിലും വസ്തു ആഗ്രഹിച്ച് അത് നമുക്ക് കയ്യിൽ കിട്ടിക്കഴിയുന്നതോടുകൂടി അതിനോട് നമുക്ക് ഉള്ള ആശ തീർന്നു, കൊതി തീർന്നു. പിന്നെ അതിനോടൊരു അവജ്ഞ ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ ആഗ്രഹിച്ച സാധനം കയ്യിൽ വന്ന് ചേരുന്നതോട് കൂടിയിട്ട് കുറച്ച് കഴിയുമ്പോൾ പിന്നെ അതിനോടൊരു അവജ്ഞയാണ് ഉണ്ടാവുക. അതുപോലെ ആവരുത് ഈശ്വര തത്വം എന്ന് കരുതിയിട്ടാണ് ഭഗവാൻ എന്നും തൻ്റെ ഭക്തന്മാർ തന്നെ ചിന്തിച്ചുകൊണ്ടേയിരിക്കണം.
അപ്പോൾ ഈശ്വര അന്വേഷണം എന്നുള്ളത് തന്നെ ഒരു ജീവിതചര്യയാക്കാൻ സജ്ജനങ്ങളെ, സാധുക്കളെ ഭഗവാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശ്വരൻ നമ്മുടെ ഉള്ളം കൈയിൽ നെല്ലിക്ക പോലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിനുള്ള പരിശ്രമം ആവശ്യമില്ലാതെ വരും. അങ്ങനെയുള്ളവർ പിന്നീട് വിസ്മൃതി ഉണ്ടായി പതിക്കാൻ ഇടയുണ്ട്. അപ്പോൾ ആ സാധനാഘട്ടത്തിൽ ഭഗവാൻ ഇങ്ങനെയാണ്. അത് കഴിഞ്ഞ് സിദ്ധരായി കഴിയുമ്പോഴോ പിന്നെ ഈശ്വരനും താനും, ഭജിക്കുന്ന ആളും ഭജിക്കപ്പെടുന്ന ഈശ്വരനും രണ്ടല്ലാതെയാവുകയും അത് താൻ തന്നെ തന്നെ ഭജിക്കലായി മാറുകയും ചെയ്യുന്നു. അവിടെ പിന്നെ യാതൊരു പരിഭവവുമില്ല. ആരോട് പരിഭവിക്കാൻ? അതാണ് ആത്മനിഷ്ഠ എന്നുള്ളതായിട്ടുള്ള അവസ്ഥയിലേക്ക് വരുന്നു. അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് ഭഗവാൻ മറുപടി കൊടുത്തിരുന്നു. അത് കേട്ടിട്ട് എന്നാണ്. കൂട്ടത്തിൽ ഭഗവാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ പരോക്ഷമായി ഭജിക്കുന്നുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങൾ അറിയാതെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പുറകെ തന്നെ ഉണ്ട് ഞാൻ. നിങ്ങൾ ചെയ്യുന്നതെല്ലാം കാണുന്നുണ്ട്, നിങ്ങൾ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ട്, നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. പക്ഷെ നിങ്ങൾക്ക് പ്രത്യക്ഷനായിട്ട് ഞാൻ പിടി തന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ കൂടെ തന്നെ ഉണ്ട്, നമ്മളെ മറന്നിട്ടില്ല, നമ്മളെ വിട്ടിട്ടില്ല എന്നുള്ളതും കൂടി അവർ കേട്ടു. അപ്പൊ ഇതൊക്കെ കേട്ടപ്പോൾ ആയിട്ടുള്ള സമയത്ത് അവർക്ക് തൃപ്തിയായി. ഭഗവാന്റെ സ്നേഹത്തിൽ, ഭഗവാൻ തങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പായി. മാത്രമല്ല അവരുടെ ബാലിശമായിട്ടുള്ള ചില ചോദ്യങ്ങൾ അവർക്ക് തന്നെ സ്വയം ലജ്ജ ഉണ്ടാക്കിയിട്ടും ഉണ്ടാവും. എങ്കിലും അതൊന്നും അവരെ ബാധിക്കില്ല. നിഷ്കളങ്കരായ കുട്ടികളെ പോലെയാണ് അവർ, ഗോപികമാര്. അതിൻ്റെ പേരിലൊരു ചമ്മലൊന്നുമില്ല അവർക്ക്. നിഷ്കളങ്കരായിട്ടുള്ള കുട്ടികൾക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയാലും അവരതിൻ്റെ പേരിൽ വലിയ വിഷമമൊന്നും ഉണ്ടാവില്ല. ഒരു ചെറിയൊരു വിഷമം പോലെ തോന്നും, പെട്ടെന്ന് തന്നെ മറക്കുകയും ചെയ്യും. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്. ഇത്തം ഭഗവതഃ സുപേശലാഹ വാചഃ ശ്രുത്വാ. ഭഗവാനിൽ നിന്ന് ഭഗവാന്റേതായിട്ടുള്ള സുപേശലാഹ, അതിപേശലങ്ങളായത്. പേശലങ്ങൾ എന്നാൽ കോമളങ്ങൾ, മനോഹരങ്ങൾ എന്നൊക്കെ അർത്ഥം. ഹൃദയത്തെ കുളിർപ്പിക്കുന്നത്, സന്തോഷിപ്പിക്കുന്നത്, ആഹ്ലാദിപ്പിക്കുന്നത്, അങ്ങനെയുള്ള വാചഃ ശ്രുത്വ, വാക്കുകളെ കേട്ടിട്ട്, തദംഗ ഉപചിത ആശിഷ, ആ ഭഗവാന്റെ അംഗങ്ങളാൽ, ഭഗവാന്റെ അവയവങ്ങളാൽ, ഉപചിതം എന്ന് പറഞ്ഞാൽ പോഷിപ്പിക്കപ്പെട്ടത്, സന്തോഷിപ്പിക്കപ്പെട്ടത് ആയിട്ടുള്ള ആശിഷ, അവരുടെ മനോരഥങ്ങളും. ഇപ്പൊ ഭഗവാന്റെ കരസ്പർശം, പാദസ്പർശം എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. ഭഗവാന്റെ കയ്യും കാലും ഒക്കെ എടുത്ത് മടിയിൽ വെച്ച് തലോടിക്കൊണ്ട്, അല്ലേ, ഭഗവാന്റെ തോളിൽ കൈയിടുക, അല്ലെങ്കിൽ ഭഗവാന്റെ കൈയെടുത്ത് തങ്ങളുടെ തോളിൽ ഇടുക. ഇങ്ങനെ അംഗസ്പർശങ്ങളെ കൊണ്ടും അവരുടെ ആശിസ്സുകൾ, അവരുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളെല്ലാം സാധിച്ചവരായി, നിർവൃതി അടഞ്ഞവരായി, ഗോപ്യഃ വിരഹജം താപം ജഹുഹു. ആ ഗോപികമാർ അവർക്ക് വിരഹത്തിൽ നിന്ന് ജനിച്ചതായിട്ടുള്ള ആ ഭഗവാൻ തങ്ങളെ വിട്ടുപോയിരുന്നു എന്നുള്ള തെറ്റിദ്ധാരണയിൽ നിന്നുള്ള താപമാണത്. ഇവിടെ യഥാർത്ഥത്തിലെ വിരഹജം എന്നുള്ളത് അവർക്കിപ്പോൾ മനസ്സിലായി. ഭഗവാൻ എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല, ഭഗവാൻ മറഞ്ഞിരിക്കുകയായിരുന്നു, കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഭഗവാൻ നമ്മളെ സ്മരിച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം കണ്ടും കേട്ടും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഭഗവാൻ നമ്മളെ വിട്ട് ദൂരേക്ക് എവിടേക്കും പോയിട്ടില്ല. ഇത് തന്നെയാണ് നമ്മുടെ അവസ്ഥ. നമ്മളും നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടവരെ പോലെയാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്ന പദം പോലും ആ അർത്ഥത്തിലാണ്. നഷ്ടപ്പെട്ടതിനെ തിരയലാണ്, വീണ്ടെടുക്കലാണ് സാക്ഷാത്കാരം. യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഒരിക്കലും നഷ്ടപ്പെടാത്ത സാധനമാണ് ആത്മാ. ബാക്കി എല്ലാം നഷ്ടപ്പെട്ടാലും നമ്മളെ വിട്ടുപിരിയാത്ത, എന്നും എപ്പോഴും, അല്ലേ, നമ്മൾ എവിടെ പോയാലും
നമ്മുടെ ഏതവസ്ഥയിലും നമുക്ക് ബോധമില്ലെങ്കിൽ പോലും, സുഷുപ്തിയിലാകട്ടെ, കോമയിലാകട്ടെ, ഇനി മരിച്ചാൽ പോലും, ഈ ദേഹം വെടിഞ്ഞാൽ പോലും നമ്മളെ വെടിയാത്ത ഒരേ ഒരു വസ്തുവേ ഉള്ളൂ, ആത്മാ. കാരണം അതാണ് നമ്മുടെ യഥാർത്ഥ സ്വരൂപം. പക്ഷെ നമ്മൾ ഇപ്പോൾ അതിനെക്കുറിച്ചൊരു വിരഹജ താപം അനുഭവിക്കുന്നുണ്ട്. ആത്മാവിനെ അറിയാത്തത് കൊണ്ട്, ആ ആത്മാവിനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. ഇപ്പൊ ഭഗവാന്റെ ഇതുപോലെയുള്ളതായിട്ടുള്ള സാമീപ്യവും ഉപദേശവും കൊണ്ട് ഗോപികമാർക്ക് എങ്ങനെയാണോ ആ വിരഹജ താപം നീങ്ങുന്നത്, അതുപോലെയാണ് നമുക്കും ഗുരുക്കന്മാർ നമ്മുടെ സമീപത്തിൽ ഇരുന്നു കൊണ്ട് തത്വമസ്യാദി മഹാവാക്യങ്ങൾ ഉപദേശിച്ചു കഴിയുമ്പോൾ ഉണ്ടാവുന്ന നിർവൃതി. ആ നിർവൃതിയോട് തന്നെയാണ് ഇതിനെ നമ്മൾ താരതമ്യം ചെയ്ത് കാണേണ്ടത് എന്ന് പറയാം. ഇത്തം ഭഗവതോ ഗോപ്യഃ ശ്രുത്വാ വാചഃ സുപേശലാഃ ജഹുർവിരഹജം താപം തതംഗോപചിതാശിഷഃ. അപ്പോ വേറിട്ടിരുന്ന സമയത്തും ഭഗവാൻ വേറിട്ടിട്ടില്ല, ഭഗവാൻ തങ്ങളെ പിരിഞ്ഞിട്ടില്ല, ഭഗവാൻ തങ്ങളുടെ കൂടെ തന്നെ രക്ഷകനായി തന്നെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കി ആ വിരഹക്ലേശം ശമിച്ചു എന്നർത്ഥം. അവർക്ക് പരമാനന്ദം അനുഭവിക്കുകയാണ്. തത്രാരഭത ഗോവിന്ദോ രാസക്രീഡാം അനുവ്രതൈഃ സ്ത്രീരത്നൈരന്വിതഃ പ്രീതൈഃ അന്യോന്യാബദ്ധബാഹുഭിഃ. തത്രാരഭത ഗോവിന്ദോ രാസക്രീഡാം അനുവ്രതൈഃ സ്ത്രീരത്നൈരന്വിതഃ പ്രീതൈഃ അന്യോന്യാബദ്ധബാഹുഭിഃ. തത്ര ആരഭത ഗോവിന്ദഃ രാസക്രീഡാം. ഗോവിന്ദ, ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗോവിന്ദൻ. ഈ ലോകത്തെ മുഴുവൻ ചലിപ്പിക്കുന്നവനാണ് ഗോവിന്ദൻ. ഈ ലോകം മുഴുവൻ ചലിക്കാത്ത ജഡങ്ങളാണ്. ആ ജഡങ്ങളെ മുഴുവൻ ചേതനമാക്കുന്നത് ഈ ഗോവിന്ദനാണ്. ഗോ ശബ്ദത്തിന് ചലിക്കുന്നത് എന്നാണ് അർത്ഥം. എങ്ങനെയാ ചലിക്കുന്നത്? ഈ ലോകത്തിലുള്ള സകലതും എങ്ങനെയാ ചലിക്കുന്നത്? അതിൻ്റെ ഉള്ളില് ഈ ഗോവിന്ദൻ ഉള്ളതുകൊണ്ട്. ഈ ഗോക്കളെയൊക്കെ ചലിപ്പിക്കുന്ന, അല്ലെ, പശുക്കള് കൂട്ടം കൂട്ടമായിട്ട് ചലിക്കുന്നത് ആരുടെ നിയന്ത്രണത്തിലാണ്? ആരാൽ ചലിക്കപ്പെട്ടിട്ടാണ്? ആ ഗോവിന്ദനാൽ അഥവാ ഗോപാലനാൽ, അല്ലെ. ഗോപാലൻ നടത്തുന്നത് കൊണ്ട് പശുക്കൾ നടന്നു നീങ്ങുന്നു, കൂട്ടം കൂട്ടമായി അവര് മേയുന്നു, നടക്കുന്നു. അപ്പൊ എങ്ങനെയാണോ ഒരു പശുപാലൻ പശുക്കൂട്ടങ്ങളെ സഞ്ചലിപ്പിക്കുന്നത്, അതുപോലെ ഈ പ്രപഞ്ചമാകുന്ന പശുക്കളെ മുഴുവൻ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നവനാണ് ഗോവിന്ദൻ. ആ ഗോവിന്ദൻ ഇവരുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്നതും ആ ഗോവിന്ദൻ തന്നെയാണ്. പുറത്തത് ആ കൃഷ്ണരൂപത്തിലും ആ ഗോവിന്ദൻ ഇരുന്നു കൊണ്ട് അവരോട് ചേർന്ന് നടനം ആരംഭിക്കുകയാണ്. അതാണ് പ്രീതൈഹി അനുവ്രതൈഹി. അവർ പ്രീതരാണ്, സന്തുഷ്ടരാണ്, പ്രേമവിവശകളാണ്, അനുവ്രതകളാണ്. അനുവ്രതകൾ എന്ന് പറഞ്ഞാൽ ഭഗവാന് സ്വാധീനരാണ് എന്നർത്ഥം. ഭഗവാനെ അനുസരിക്കുന്നവർ. ഒരു കാന്തത്തെ അനുസരിക്കുന്നു ഇരുമ്പ്, അല്ലേ? ഇരുമ്പിന് വല്ല സ്വാതന്ത്ര്യമുണ്ടോ? കാന്തം ചേഷ്ടിക്കുന്നു, കാന്തത്തിന്റെ, അല്ലെ, ആ സാന്നിധ്യത്തിനനുസരിച്ച്, കാന്തം നീങ്ങുന്നതിനനുസരിച്ച് അതിന്റെ പുറകെ ഇരുമ്പും പോകും. അതുപോലെയാണ് ഇവിടെ ഭഗവാന്റെ പുറകെ അനുവ്രതരാണ്. അവർക്ക് സ്വാതന്ത്ര്യമില്ല. ഗോപികമാര് ആ ഭഗവാനാൽ നിയന്ത്രിക്കപ്പെട്ടവരായി, ഭഗവാന് സ്വാധീനകളായിക്കൊണ്ട്, വാസ്തവത്തിൽ നമ്മളുമൊക്കെ അതൊക്കെ തന്നെയാണ് അവസ്ഥ. നമ്മളുമൊക്കെ ഭഗവാനെ അനുസരിക്കുന്നവർ തന്നെയാണ്. പക്ഷെ ഇടയ്ക്കിത്തിരി നമ്മുടേതായിട്ടുള്ള കുരുത്തക്കേട് കാണിക്കുന്നു മാത്രം. ഭഗവാന്റെ കൈവിട്ട് നമ്മൾ നമ്മുടെ കുരുത്തക്കേടുകൾ ഒപ്പിച്ചിട്ട് ചിലപ്പോൾ എന്താ പറയുക, ഉത്സവ പറമ്പിലേക്ക് അച്ഛൻ്റെ അമ്മയുടെ കൈപിടിച്ചു പോയ കുട്ടികൾ കുറച്ച് കഴിഞ്ഞ് കൈവിട്ട് എവിടെയെങ്കിലുമൊക്കെ കൂട്ടത്തിൽ തെറ്റി അലഞ്ഞു തിരിയുന്നത് പോലെ നമ്മളിപ്പോൾ
നമ്മുടെ കുരുത്തക്കേട് കൊണ്ട് ഭഗവാനെ വിട്ട് അലഞ്ഞു തിരിയുകയാണ്, എന്നിട്ട് വിഷമിക്കുകയാണ്. വാസ്തവത്തിൽ അടുത്തടുത്ത് തന്നെ ഉണ്ടാവും അല്ലേ? പക്ഷെ കൂട്ടം തെറ്റിയപ്പോൾ അത്രയും വലിയ കൂട്ടത്തിൽ കണ്ടുപിടിക്കാൻ പ്രയാസം എന്നതുപോലെ ഇവിടെ ഭഗവാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടെങ്കിലും നമുക്ക് ദൂരെയായതുപോലെ ഒരു ഭയം, വിഷമം. അപ്പോൾ അനുവ്രതർ തന്നെയാണ് ലോകത്തിലെ എല്ലാവരും. ഇവിടെ ഗോപികമാര് നിഷ്കളങ്കരാണ്, അവർക്ക് സ്വന്തമായിട്ട് യാതൊരു അജണ്ടയും ഇല്ല. അവര് ഭഗവാന്റെ കയ്യിലെ കളിപ്പാട്ടങ്ങളെപ്പോലെ അനുവ്രതരാണ്, സ്വാധീനകളാണ്. അങ്ങനെ പ്രീതൈഹി അനുവ്രതൈഹി അന്യോന്യ ആബദ്ധബാഹുഭിഹി സ്ത്രീരത്നൈഹി അന്വിതഃ ഗോവിന്ദഃ. അന്യോന്യ ആബദ്ധബാഹുഭിഹി, അന്യോന്യം പരസ്പരം, ആബദ്ധം നല്ലതുപോലെ മുറുക്ക പിടിക്കപ്പെട്ടിട്ടുണ്ട്, ബന്ധിക്കപ്പെട്ടിട്ടുള്ള ബാഹുക്കൾ, കൈകൾ ചേർത്ത് കോർത്ത് പിടിച്ചിട്ടുണ്ട് എന്നർത്ഥം. ഇപ്പോൾ തിരുവാതിരക്കളിയുടെയൊക്കെ വളരെ എന്താ പറയുക പ്രചരണങ്ങൾ നടക്കുന്ന കാലമല്ലേ. പലതരത്തിലുള്ള കളികൾ, തിരുവാതിരക്കളികൾ മാത്രമല്ല, ഇപ്പോൾ എന്തെല്ലാം തരത്തിലുള്ള കോൽക്കളികളോ എന്തൊക്കെയോ കളികൾ കാണുമെന്ന പേരുകളൊന്നും ഓർമ്മ വരുന്നില്ല. വളരെ ഊർജ്ജസ്വലരായിട്ടുള്ള പെൺകുട്ടികൾ നന്നായി അഭ്യസിച്ച് വളരെ ആവേശത്തോടെ നല്ല ഓടിയും ചാടിയും, വെറും ലാസ്യ നൃത്തം അല്ല, തിരുവാതിര എന്നുള്ളത് കുറച്ച് ലാസ്യഭാവമാണല്ലോ. അതല്ലാതെ പല രീതിയിലുള്ളതായിട്ടുള്ള ചാട്ടങ്ങളോടുകൂടിയതായിട്ടുള്ള തുള്ളലുകളോടുകൂടിയതായിട്ടുള്ള കളികളൊക്കെ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ പിന്നൽ തിരുവാതിര, എന്തൊക്കെ കളികളാണ്. അപ്പം ആ രീതിയിൽ ഇവിടെ ഭഗവാനും ഗോപികമാരും കൈകൾ നല്ലതുപോലെ ചേർത്ത് പിടിച്ച്, അതാണ് അന്യോന്യ ആബദ്ധ ബാഹുഭിഹി സ്ത്രീരത്നൈഹി അന്വിതഃ. ആ സ്ത്രീരത്നങ്ങളായ ഗോപികമാരോട് ചേർന്നവനായിട്ട് ഗോവിന്ദഃ തത്ര രാസക്രീഡാമാരഭത. ഗോവിന്ദൻ അവിടെ രാസക്രീഡയെ ആരംഭിച്ചു. അപ്പോൾ യമുനാ തീരത്ത് എല്ലാവരും കൂടി വൃത്താകൃതിയിൽ കൈപിടിച്ച് കൈകോർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു നൃത്തമാണ് ഈ രാസക്രീഡ. രസത്തെ ജനിപ്പിക്കുന്നത് രാസം എന്ന് പറഞ്ഞു. നൃത്തം രസത്തെ ജനിപ്പിക്കുന്നതാണ്, നവരസങ്ങളുള്ളതാണ് അല്ലേ നടനങ്ങളെല്ലാം. കഥകളിയാവട്ടെ, ഭരതനാട്യമാവട്ടെ, മോഹിനിയാട്ടമാവട്ടെ, നമ്മൾ കാണുമ്പോൾ അവർ ആ രസത്തെ പ്രകടിപ്പിക്കുന്നു, രസത്തെ അവതരിപ്പിക്കുന്നു. നമ്മളും ആ രസം ആസ്വദിച്ച് അതുമായി തന്മയീഭവിക്കുന്നു. നല്ല നടന്മാരുടെയൊക്കെ അല്ലെ, നല്ല നർത്തകികൾ അല്ലെങ്കിൽ നല്ല കഥകളി അഭിനേതാക്കൾ, കഥകളി നടന്മാർ, അവരുടെയൊക്കെ ഭാവങ്ങൾ കണ്ടു കഴിയുമ്പോൾ നമ്മളും അതുമായി താദാത്മ്യം പ്രാപിച്ച് നമ്മളിലും ആ രസ ആവേശം ഉണ്ടാകും. അപ്പോൾ ആ രസങ്ങളെ ജനിപ്പിക്കുന്നതാണ് രാസം. ഇവിടെ ഈ നൃത്തം രാസനൃത്തം തന്നെയാണ്, രസത്തെ ജനിപ്പിക്കുന്നതായിട്ടുള്ള നൃത്തം തന്നെയാണ്. അപ്പോൾ ഈ നൃത്തത്തിനും രാസം എന്ന് പര്യായ ശബ്ദമുണ്ട്. ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, നടയിൽ ഗൃഹീത കണ്ടാനാം അന്യോന്യ ആക്തകരശ്രിയം നർത്തകീനാം ഭവേദ് രാസോ മണ്ഡലീഭൂയ നർത്തനം. അത് രാസഹ ഭവേദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് രാസഹ ഭവേദ്, രാസമായി ഭവിക്കും. എന്താണ്? നടൈഹി ഗൃഹീത കണ്ടാനാം അന്യോന്യ ആക്തകരശ്രിയം. നടന്മാർ പരസ്പരം കഴുത്തിൽ തോളിൽ കൈയിട്ടുകൊണ്ടോ അല്ലെങ്കിൽ അന്യോന്യ ആക്തകരശ്രിയം കൈകൾ കോർത്ത് പിടിച്ചോ, നർത്തകികൾ കൈകൾ കോർത്ത് പിടിച്ചോ ചെയ്യുന്നതായിട്ടുള്ള മണ്ഡലീഭൂയ നർത്തനം. മണ്ഡലീഭൂയ എന്ന് പറഞ്ഞാൽ മണ്ഡലാകൃതി, വൃത്താകൃതിയിലുള്ളതായിട്ടുള്ള നർത്തനത്തിന് രാസഹ ഭവേത്, അത് രാസമായി ഭവിക്കും. അതിനെയാണ് രാസനൃത്തം, രാസക്രീഡ, രാസോത്സവം എന്നൊക്കെ പറയുന്നു. അപ്പൊ ഭഗവാനും ഗോപികമാരും കൂടി വൃത്താകൃതിയിൽ നൃത്തം ചെയ്തതിനെയാണ്, ആനന്ദ നൃത്തമാടിയതിനെയാണ് രാസക്രീഡ എന്ന് പറയുന്നത്. ആ രസത്തെ ജനിപ്പിക്കുന്നതായതുകൊണ്ടാണ്. അപ്പോൾ അതിനെ തുടർന്ന് കാണാം നമുക്ക്. രാസോത്സവ സംപ്രവൃത്തോ ഗോപീമണ്ഡലമണ്ഡിതഃ യോഗേശ്വരേണ കൃഷ്ണേന
താസാം മധ്യേ ദ്വയോർദ്വയോഃ പ്രവിഷ്ടേന ഗൃഹീതാനാം കണ്ഠേ സ്വനികടം സ്ത്രിയഃ യം മന്യേരന്നവസ്താവദ്വിമാനശതസങ്കുലം ദിവൗകസാം സദാരാണാം ഔത്സുക്യാപഹൃതാത്മനാം. രാസോത്സവ സംപ്രവൃത്തോ ഗോപീമണ്ഡലമണ്ഡിതഃ യോഗേശ്വരേണ കൃഷ്ണേന താസാം മധ്യേ ദ്വയോർദ്വയോഃ പ്രവിഷ്ടേന ഗൃഹീതാനാം കണ്ഠേ സ്വനികടം സ്ത്രിയഃ യം മന്യേരന്നവസ്താവത് വിമാനശതസങ്കുലം ദിവൗകസാം സദാരാണാം ഔത്സുക്യാപഹൃതാത്മനാം. രാസോത്സവഃ സംപ്രവൃത്തഃ ഗോപീമണ്ഡലമണ്ഡിതഃ യോഗേശ്വരേണ കൃഷ്ണേന താസാം മധ്യേ ദ്വയോർദ്വയോഃ പ്രവിഷ്ടേന ഗൃഹീതാനാം കണ്ഠേ സ്വനികടം സ്ത്രിയഃ യം മന്യേരൻ. നാലാമത്തെ ശ്ലോകത്തിലെ യം മന്യേരൻ കൂടെ ഇവിടേക്ക് അന്വയിപ്പിക്കേണ്ടത് കൊണ്ടാണ് അതും കൂടി ചേർത്ത് ചൊല്ലിയത്, ആ ശ്ലോകം കൂടി ചൊല്ലിയത്. അപ്പോ ഇവിടെ യം മന്യേരൻ എന്നുള്ളത് യം ഏതൊരുവനെ, ഏതൊരു ഭഗവാനെ, സ്ത്രീയഃ സ്വനികടം മന്യേരൻ, ഈ സ്ത്രീകൾ ഗോപികുമാര് സ്വനികടം തൻ്റെ അടുത്താണ് എന്ന് മന്യേരൻ കരുതുന്നു, വിചാരിക്കുന്നു. അപ്പോൾ ഓരോ സ്ത്രീകളും കരുതുകയാണ് ഭഗവാൻ എൻ്റെ കൂടെയാണ്, ഭഗവാൻ എൻ്റെ കൂടെയാണ് എന്ന് മനിക്കുകയാണ്. അങ്ങനെയുള്ള ആ രീതിയിലാണ് ഭഗവാന്റെ ഈ ഗോപികമാരുടെ ഇടയിൽ ചേർന്ന് നിൽപ്പ്. അല്ലാതെ ഒരു കൃഷ്ണനല്ല അവിടെ, നടുവിലൊരു കൃഷ്ണനും ചുറ്റും ഗോപികമാരും അല്ല. ഓരോ ഗോപികമാരുടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഭഗവാൻ കൂടെയുണ്ട്. അതുകൊണ്ട് ഓരോ ഗോപികമാരും വിചാരിക്കുകയാണ് ഞാനും ഭഗവാനുമാണ് ചേർന്നിരിക്കുന്നത്, എൻ്റെ കൂടെയാണ് ഭഗവാൻ, മറ്റുള്ളവരുടെ കൂടെ ഉണ്ടാവില്ല എന്നും അവൾക്ക് ശങ്കിക്കാം. അപ്പൊ തൻ്റെ കൂടെയാണെന്ന് ഓരോ ഗോപികമാരും കരുതി എന്നാണ് ഇവിടെ യം മന്യേരൻ സ്ത്രീയഃ സ്വനികടം സ്വസമീപസ്ഥം, തൻ്റെ അടുത്താണ് ഭഗവാനെന്ന് ഗോപികമാർ വിചാരിച്ചു. ഏത് പ്രകാരത്തിലാണത്? ദ്വയോഹോ മധ്യേ പ്രവിഷ്ടേന കൃഷ്ണേന യോഗേശ്വരേണ കൃഷ്ണേന. ഭഗവാൻ ആരാ? യോഗേശ്വരൻ. അവിടെ യോഗേശ്വര പ്രയോഗം തന്നെ എന്തുകൊണ്ട്? ഭഗവാൻ ഏക ശരീരമായിട്ടല്ല അവിടെ. എത്ര ഗോപികമാരുണ്ടോ അത്രയും ശരീരങ്ങൾ, അല്ലെങ്കിൽ ഇവിടെ എത്ര ഗോപികമാർ വേണമെന്നില്ല, ഗോപികമാർ എത്രയുണ്ടോ അതിന്റെ പകുതി കൃഷ്ണന്മാർ മതി. 100 കണക്കിനോ 1000 ഗോപികമാരുണ്ടാവാം. അവരുടെയൊക്കെ 2 പേരുടെ ഇടയിൽ ഒരു കൃഷ്ണൻ. അതാണ് ഇവിടെ പറയുന്നത് ദ്വയോഹോ, രണ്ട് പേരുടെ, ദ്വയോഹോ മധ്യേ പ്രവിഷ്ടേനാന്ന് അർത്ഥം. 2 പേരുടെയും മധ്യത്തിൽ പ്രവേശിച്ചിരിക്കുന്ന യോഗേശ്വരേണ കൃഷ്ണേന. സാധാരണ പ്രാകൃത മനുഷ്യനായിട്ടുള്ള കൃഷ്ണൻ എന്നല്ല പറയുന്നത്, യോഗേശ്വരനായ കൃഷ്ണൻ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ യോഗേശ്വരത്വമാണ് ഈ ഗോപികമാരെ മോഹിപ്പിക്കുന്നത്. എന്താ? എൻ്റെ കൂടെയാണ് കൃഷ്ണൻ, എൻ്റെ കൂടെയാണ് കൃഷ്ണൻ, എൻ്റെ കൂടെയാണ് കൃഷ്ണൻ എന്ന് ഓരോരുത്തർക്കും അനുഭവം ഉണ്ടാക്കുന്നത്, തോന്നലുണ്ടാക്കുന്നത്. അവർക്ക് ഭഗവാൻ ചിന്തിക്കാനുള്ള അവസരം പോലും കൊടുക്കുന്നില്ല. അവരെ മോഹിപ്പിച്ചിരിക്കുകയാണ്, തൻ്റെ കയ്യിലെടുത്തിരിക്കുകയാണ്. അവരിപ്പോ തൻ്റെ അധീനതയിലാണ്. അവരെന്ത് ചിന്തിക്കണമെന്ന് ഭഗവാൻ നിശ്ചയിക്കും. അതാണ് യോഗേശ്വരത്വം. അല്ലാതെ ഏതെങ്കിലും ഒരു പ്രാകൃത യുവാവോ പ്രാകൃത ബാലനോ അല്ല ഇവിടെ ഭഗവാൻ എന്ന് പറയണം. ഓരോ പദങ്ങൾക്കും അതിന്റെ പ്രത്യേകതകൾ, അതിന്റെ വിശേഷം നമ്മൾ മനസ്സിലാക്കണം എന്ന് പറയും. അതാണ് യോഗേശ്വരേണ കൃഷ്ണേന കണ്ഠേ ഗൃഹീതാനാം താസാം മധ്യേ. കണ്ഠേ ഗൃഹീതാന, ഭഗവാനാൽ അവരുടെ കണ്ഠത്തിൽ ഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്, അവരുടെ തോളിൽ കൈയിട്ടിട്ടുണ്ട് ഭഗവാൻ. ഓരോരുത്തരുടെ തോളിലും കൈയിട്ടുണ്ട്. അപ്പൊ ഇടത് കൈ കൊണ്ട് ഭഗവാൻ ഒരുത്തിയുടെ തോളിൽ കൈയിട്ടിരിക്കുമ്പോൾ വലത് കൈ കൊണ്ട് വേറൊരുത്തിയുടെ കയ്യിലാണ്, തോളിലാണ്. പക്ഷെ ഇവര് 2 പേരും പരസ്പരം കാണുന്നില്ല, അറിയുന്നില്ല എന്നുള്ള മട്ടിലാണ് ഭഗവാന്റെ ആ ഒരു മോഹന ലീല.
വലത് കൈ ആരുടെ തോളിലിട്ടുണ്ടോ അവൾ വിചാരിക്കുന്നു ഭഗവാൻ എന്റെ കൂടെയാണ്. ഇടത് കൈ ആരുടെ തോളിലാണോ ഇട്ടിരിക്കുന്നത് അവൾ വിചാരിക്കുന്നു ഭഗവാൻ എന്റെ കൂടെയാണ്. ഇത് ഭഗവാനെ കൊണ്ടല്ലാതെ വേറെ ആർക്ക് സാധിക്കും? അപ്പൊ ഇത്രയും മനുഷ്യന്റെ ലീലയേ അല്ല. അപ്പൊ കൃഷ്ണേന കണ്ടേ ഗൃഹീതാനാം താസാം മധ്യേ, ആ സ്ത്രീണാം മധ്യേ അവരുടെ മധ്യത്തില് ഗോപീ മണ്ഡലമണ്ഡിത രാസോത്സവ രാസോത്സവ എന്നാ പറയണം. രാസമഹോത്സവം, ആനന്ദ മഹോത്സവം. ഇവിടെ ആനന്ദമാകുന്ന രസമാണ്, അത് നിറഞ്ഞൊഴുകുകയാണ് ഉത്സവം. ആ ഗോപികമാരുടെ ഹൃദയങ്ങളൊക്കെ ഈശ്വര സാമീപ്യം കൊണ്ട്, ഈശ്വര സാക്ഷാത്കാരം കൊണ്ട് നിറഞ്ഞൊഴുകുന്ന രാസോത്സവം സംപ്രവൃത്ത സമ്യക് പ്രവൃത്ത ആരംഭിക്കപ്പെട്ടു. അത് ഗോപീമണ്ഡലമണ്ഡിത, ഗോപീമണ്ഡലത്താൽ, ഗോപികമാരുടെ സമൂഹത്താൽ വൃത്താകൃതിയില് ഭഗവാനെ സേവിച്ചുകൊണ്ട് ആരംഭിച്ചു എന്നാണ്. അപ്പൊ ഭഗവാൻ ഇവരെ ഓരോരുത്തരെയും തന്റെ യോഗമായ ശക്തി കൊണ്ട് അവരുടെ ചിന്തയെ ആവരണം ചെയ്തിട്ടുണ്ട്. അവരെ തന്റെ ഹിപ്നോട്ടൈസ് ചെയ്യും പോലെ തന്റെ വശത്താക്കി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഓരോരുത്തരും കരുതുകയാണ് കൃഷ്ണൻ എന്റെ കൂടെയാണ്, കൃഷ്ണൻ എന്റെ കൂടെയാണ്, കൃഷ്ണൻ എന്റെ കൂടെയാണ്. ഭഗവാനല്ലാതെ ആർക്ക് സാധിക്കും? അപ്പോ നഭഃ താവത് വിമാനശതസങ്കുലം, താവത് ആ സന്ദർഭത്തിൽ നഭഃ ആകാശം, വിമാനശതസങ്കുലം നൂറുകണക്കിന് വിമാനങ്ങളെ കൊണ്ട് നിറഞ്ഞു എന്നർത്ഥം. അപ്പോ ഈ കാഴ്ചകൾ കാണാൻ, ഈ ആനന്ദ നടനം കാണാൻ, ഭഗവാന്റെ രാസക്രീഡ കാണാൻ ഭഗവാൻ അനുവദിച്ചതുകൊണ്ടാണ്, ഭഗവാൻ ആകർഷിച്ചതുകൊണ്ടാണ് ദേവന്മാരും വന്ന് കാണുന്നത്. ഇപ്പൊ ദേവന്മാരെ പോലും കൊതിപ്പിക്കുന്ന, മോഹിപ്പിക്കുന്ന, ദേവസ്ത്രീകളെ പോലും ഭ്രമിപ്പിക്കുന്ന ഒരു ആനന്ദമാണ് ഈ ഗോപസ്ത്രീകൾക്ക് ഭഗവാൻ കൊടുക്കുന്നത്. നിങ്ങൾക്ക് പോലും ദുർലഭമായിട്ടുള്ളതാണ് ഈ ഭൂമിയിലെ ഈ ഗോപികമാർക്ക് അവരുടെ ഭക്തി കൊണ്ട് ഞാൻ കൊടുക്കുന്നത് എന്ന് ഈ ദേവന്മാരെ വിളിച്ചു വരുത്തി അവർക്ക് കാണിച്ചു കൊടുക്കുന്നത് പോലെ. അപ്പൊ ഇതൊരു ഏതെങ്കിലും തരത്തിലുള്ളതായിട്ടുള്ള ഒരു ലൈംഗികമായിട്ടുള്ള എന്തെങ്കിലും ഒരു ചേഷ്ടയായിരുന്നെങ്കിൽ നാട്ടുകാരെയൊക്കെ കാണാൻ വിളിക്കുമോ? നിങ്ങളൊക്കെ വന്ന് കാഴ്ചക്കാരായിട്ട് നിൽക്കൂ എന്ന് പറയുമോ? ദേവന്മാരെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് ഭഗവാന്റെ രാസനൃത്തം. അപ്പൊ ഇത് ഒരു ആനന്ദ നൃത്തം ആണ് ഈ രാസക്രീഡ എന്ന് പറയുന്നത്. അതില് ബാക്കിയുള്ളതൊക്കെ ഓരോരുത്തരും അവരവരുടെ മനോരഥത്തിനനുസരിച്ച് കൂട്ടിച്ചേർത്തതാണ് എന്നർത്ഥം. അവരവരുടെ സംസ്കാരത്തിനനുസരിച്ച് കൂട്ടിച്ചേർത്തതാണ്. ഇവിടെ എന്തായാലും ഭഗവാൻ ദേവന്മാരെ പോലും കാഴ്ചക്കാരായി നിർത്തിയിരിക്കുകയാണ്. അവർക്ക് പോലും ദുർലഭമായിട്ടുള്ള അനുഭവം ഗോപികമാർക്ക് കൊടുക്കുന്നത് അവർ കാണാൻ വേണ്ടി. അപ്പോ നഭസ്താവത് വിമാന ശതസങ്കുലം ദിവൗകസാം സദാരാണാം ഔത്സുക്യാപഹൃതാത്മനാം. ആരുടെ വിമാനമാണ് വന്ന് നിറഞ്ഞത് എന്ന് പറയാണ്? ദിവൗകസാം വിമാനം, ദേവലോകവാസികളുടെ വിമാനങ്ങളാണ്, ദേവന്മാരുടെ വിമാനങ്ങളാണ്. അവരെങ്ങനെയാ വന്ന് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഒളിഞ്ഞു നോക്കാൻ വന്നതല്ല. സധാരാണ കുടുംബസമേതമാണ് അവർ വന്നിട്ടുള്ളത്, ഭാര്യമാരോടുകൂടെ. ഓരോ ദേവന്മാരും അവരവരുടെ ഭാര്യമാരോടുകൂടി ഇത് കാണുന്നതിലുള്ള ഔത്സുക്യം കൊണ്ട് അപഹൃതാത്മനാം, അവരുടെ മനസ്സ് ആകർഷിക്കപ്പെട്ടിട്ടാണ് വന്നിരിക്കുന്നത്. ഭഗവാന്റെ ഈ അത്ഭുത ലീല കാണാൻ ആകർഷിക്കപ്പെട്ട മനസ്സോടുകൂടി, കൗതുകത്തോടുകൂടി, ഔത്സുക്യത്തോടുകൂടി വന്നു ചേർന്ന ആ ദേവന്മാരുടെയും അവരുടെ ഭാര്യമാരുടെയും വിമാനങ്ങളെ കൊണ്ട് ആകാശം നിറഞ്ഞു. അപ്പൊ ഇതൊരു സാധാരണ മനുഷ്യരുടെ ലീലയാണോ? തതോ ദുന്ദുഭയോ നേതുഃ നിപേതുഃ പുഷ്പവൃഷ്ടയഃ ജഗുർഗന്ധർവപതയഃ സസ്ത്രീകാസ്തദ്യശോമലം. തതോ ദുന്ദുഭയോ നേതുഃ നിപേതുഃ പുഷ്പവൃഷ്ടയഃ ജഗുർഗന്ധർവപതയഃ സസ്ത്രീകാസ്തദ്യശോമലം. തതഃ ദുന്ദുഭയഃ നേതുഃ,
അപ്പൊ ദേവന്മാർ തന്നെ ഇവർക്ക് വേണ്ടി വാദ്യം, ഇവരുടെ നൃത്തത്തിന് വേണ്ടതായിട്ടുള്ള പക്കവാദ്യം ദേവന്മാർ ദുന്ദുബികൾ വായിച്ചുകൊണ്ട്, ദുന്ദുബികൾ നാദം ചെയ്തുകൊണ്ട് ഇവർക്ക് ഭഗവാന്റെ നൃത്തത്തിന് കൊഴുപ്പ് കൂട്ടുകയാണ് നൃത്തം. അപ്പോൾ ഒരു അലൗകികമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണത്, ദിവ്യമായിട്ടുള്ളൊരു ഭാവമാണത്. അല്ലാതെ ഒരു ലൗകികന്മാരുടെ ഏതെങ്കിലും തരത്തിലുള്ള വൃത്തികെട്ട ചേഷ്ടകളൊന്നും അല്ല അത്. തതഃ ദുന്ദുഭയഃ നേതുഹു, ദേവന്മാർ തന്നെ വാദ്യഘോഷങ്ങൾ ചെയ്ത് പക്കവാദ്യം ഭഗവാന്റെ നൃത്തത്തിന് ഒരുക്കി. പുഷ്പവൃഷ്ടയഃ നിപേതുഹു, പുഷ്പവൃഷ്ടികൾ ആകാശത്തു നിന്ന് നിപതിച്ചു, ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു. സസ്ത്രീകാഃ ഗന്ധർവപതയഃ അമലം തദ്യശഃ ജഗുഹു, ഗന്ധർവപതയഃ, ഗന്ധർവ നായകന്മാർ അവരുടെ ഭാര്യമാരോടുകൂടി, സസ്ത്രീകാഃ സ്ത്രീകളോടുകൂടി, അവരുടെ ഭാര്യമാരോടുകൂടിയതായ ഗന്ധർവരാജാക്കന്മാർ, അമലം തദ്യശഃ നിർമ്മലമായ നിഷ്കളങ്കമായ ഭഗവാന്റെ പവിത്രമായ കീർത്തിയെ, യശസ്സിനെ ജഗുഹു പാടി എന്നാണ്. അപ്പോ വേണ്ടാത്തത് വല്ലതോടെ നടന്നിരുന്നെങ്കിൽ കൂവി വിളിക്കുകയല്ലേ വേണ്ടത്, അല്ലേ? പച്ചയ്ക്ക് പറഞ്ഞാല് ഇവിടെ ഭഗവാന്റെ നിർമ്മലമായ യശസ്സിനെ ഗാനം ചെയ്തു എന്നാണ്. ഗന്ധർവന്മാർക്ക് ഒരു സംശയവും ഉണ്ടായില്ല ഈ ഭഗവാന്റെ യശസ്സിനെ സംബന്ധിച്ച്. അവര് നന്നായി ഉച്ചത്തിൽ പാടി, അവരുടെ ഭാര്യമാരോടുകൂടി പാടി. അപ്പൊ ഏതൊരു അത്ഭുതമായിട്ടുള്ള ലീലയാണ് ഇവിടെ നടക്കുന്നത്, ഏതൊരു അലൗകികമായിട്ടുള്ള രംഗമാണിത്. അതിനെ വേണ്ടതുപോലെ കാണാതെ എന്തെങ്കിലുമൊക്കെ അവനവന്റെ മനസ്സിന്റെ സംസ്കാരമനുസരിച്ച് ഭാവന ചെയ്യുന്നവർ അത്യന്ത മൂഢന്മാർ. വലയാനാം നോപുരാണാം കിങ്കിണീനാം ച യോഷിതാം സപ്രിയാനാമഭൂത് ശബ്ദഃ തുമുലോ രാസമണ്ഡലേ. വലയാനാം നൂപുരാണാം കിങ്കിണീനാം ച യോഷിതാം സപ്രിയാനാമഭൂത് ശബ്ദഃ തുമുലോ രാസമണ്ഡലേ. സപ്രിയാണാം യോഷിതാം വലയാനാം നൂപുരാണാം കിങ്കിണീനാം ശബ്ദഃ തുമുലഃ അഭൂത്. യോഷിതഃ എന്ന് പറഞ്ഞാൽ യോഷിത്തുകളുടെ, സ്ത്രീകളുടെ. എങ്ങനെയുള്ള സ്ത്രീകള്? സപ്രിയാണാം യോഷിത, അവരുടെ പ്രിയന്മാരോട് കൂടിയിട്ട്, ഭർത്താക്കന്മാരോടുകൂടി ചേർന്നിരിക്കുന്ന സ്ത്രീകളുടെ. വലയാനാം നൂപുരാണ, വളകളുടെയും കാൽച്ചിലമ്പുകളുടെയും. കിങ്കിണീനാം ശബ്ദ, കിങ്കിണികളുടെയും ശബ്ദം. രാസമണ്ഡലേ തുമുലഃ അഭൂത്, ആ രാസമണ്ഡലത്തിൽ ഇവർ നൃത്തം ചെയ്യുന്നതായിട്ടുള്ള ആ സ്ഥലത്ത് തുമുലഃ അതിഗംഭീരമായിട്ട്, വലിയൊരു കോലാഹലമായിട്ട് ഭവിച്ചു എന്നർത്ഥം. അപ്പൊ കാലിൽ ചിലമ്പുകളുണ്ട്, അരയിൽ മണികളുണ്ട്, വളകൾ ധരിച്ചിട്ടുണ്ട്. ഇതിന്റെയൊക്കെ കിലുക്കം ഇവിടെ സപ്രിയാണാം യോഷിതാം എന്നുള്ളത് ഇവിടെ പ്രിയനായിട്ട് ഭഗവാൻ തന്നെയാണ്. പ്രിയനോടുകൂടിയ യോഷിത്തുക്കളുടെ, ഗോപസ്ത്രീകളുടെ എന്നർത്ഥം തന്നെയാണ്. അപ്പൊ ഭഗവാനോട് ചേർന്നിരിക്കുന്ന ആ ഗോപസ്ത്രീകളുടെ ആഭരണങ്ങളുടെ എല്ലാം കിലുക്കം അവിടെ ഗംഭീരമായിട്ട് മുഴങ്ങി. വലയാനാം നോപുരാണാം കിങ്കിണീനാം ച യോഷിതാം സപ്രിയാനാമഭൂത് ശബ്ദഃ തുമുലോ രാസമണ്ഡലേ. തത്രാപി ശുശുഭേ താഭിഃ ഭഗവാൻ ദേവകീസുതഃ മധ്യേ മണീനാം ഹൈമാനാം മഹാമരകതോ യഥാ. തത്രാദിശുശുഭേ താഭിഃ ഭഗവാൻ ദേവകീസുതഃ മധ്യേ മണീനാം ഹൈമാനാം മഹാമരകതോ യഥാ. ഇപ്പോ ഗോപികമാരും ഭഗവാനും ഇടകലർന്ന് നിൽക്കുന്നത് ഒരു വൃത്താകൃതിയിലുള്ള ഒരു മാല പോലെയോ അല്ലെ, ഒരു വലയാകൃതിയാണ്. അപ്പൊ അതില് ഇടയ്ക്കിടയ്ക്ക് ഒരു നീലമണി, ഇടയ്ക്കിടയ്ക്ക് സ്വർണമണി, അതാണ് ഇവിടെ ഉപമിച്ചിരിക്കുന്നത്. അതാണ് ഹൈമാനാം മണീനാം മധ്യേ മഹാമാരകതഃ യഥാ. ഹൈമാനാം മണീനാം മധ്യേ, ഹൈമം എന്നാൽ സ്വർണം. അപ്പൊ സ്വർണം കൊണ്ടുള്ളതായിട്ടുള്ള മണികൾ, അതിന്റെ മധ്യത്തില് മഹാമാരകതഃ യഥാ, പച്ചരത്നം എന്ന പോലെ ഭഗവാൻ ദേവകീസുതഃ
താഭിഹി തത്ര അതിശുശുഭേ. ആ ദേവകീസുതനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ താഭിഹി സ്ത്രീഭിഹി ആ ഗോപസ്ത്രീകളോട് കൂടി തത്ര അതിശുശുഭേ അവിടെ അത്യന്തം ശോഭിച്ചു. ഈ ശ്ലോകത്തില് കൃഷ്ണൻ ശോഭിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. അടുത്ത ശ്ലോകം ഗംഭീര ശ്ലോകം ആ ഗോപികമാർ ശോഭിക്കുന്നതാണ്. ഗോപികമാരുടെ ശോഭയാണ് എടുത്തു പറയുന്നത്. ഗോപികമാർ ഭഗവാനോടുകൂടി ചേർന്ന് ശോഭിച്ചു എന്ന് പറയുമ്പോൾ അവിടെയാണ് ഒരു ജീവബ്രഹ്മ ഐക്യത്തിൻ്റെതായിട്ടുള്ള ഒരു മേളനത്തിൻ്റെതായിട്ടുള്ള ഒരു വേദിയാണത്. അപ്പം അതുകൊണ്ടാണ് അവിടെ നമ്മൾ ഗോവിന്ദനാമ സങ്കീർത്തനം പറയുന്നത്. രാസക്രീഡ എന്നുള്ളതൊരു ജീവന്റെയും ബ്രഹ്മത്തിൻ്റെയും അഥവാ ഈ ജീവാത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും ഒരു മനോഹരമായിട്ടുള്ള മേളനമാണെങ്കിൽ ആ മേളനം ജീവാത്മാവിനെ പരമാത്മാവിനോട് ചേർത്ത് പരമാത്മസ്വരൂപമായി അല്ലെ ബ്രഹ്മവിത്ത് ബ്രഹ്മൈവ ഭവതി എന്ന് പറയുമ്പോൾ ബ്രഹ്മവിത്ത് ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രഹ്മമായി ഭവിക്കുന്നത് പോലെ ഭഗവാനോട് ചേർന്നതുകൊണ്ട് ഗോപികമാരും ശോഭിക്കുന്നു എന്നുള്ള ആ ഗോപികമാരുടെ ശോഭയെ വർണ്ണിക്കുന്നതാണ് ഈ 8ാമത്തെ ശ്ലോകം. പാദന്യാസൈർഭുജവിദുതിഭിഃ സസ്മിതൈർഭ്രൂവിലാസൈഃ ഭജ്യന്മദ്യൈഃ ചലകുചപടൈഃ കുണ്ഡലൈർഗണ്ഡലോലൈഃ സ്വിദ്യന്മുഖ്യഃ കബരരചനാഗ്രന്ഥയഃ കൃഷ്ണവധ്വോ ഗായന്ത്യസ്തം തടിത ഇവത മേഘചക്രേ വിരേജുഃ. പാദന്യാസൈർഭുജവിദുതിഭിഃ സസ്മിതൈർഭ്രൂവിലാസൈഃ ഭജ്യന്മദ്യൈശ്ചലകുചപടൈഃ കുണ്ഡലൈർഗണ്ഡലോലൈഃ സ്വിദ്യന്മുഖ്യഃ കബരരചനാഗ്രന്ഥയഃ കൃഷ്ണവധ്വോ ഗായന്ത്യസ്തം തടിത ഇവത മേഘചക്രേ വിരേജുഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അപ്പൊ ഇവിടെ കഥാനായികകൾ കൃഷ്ണവധ്വഃ, കൃഷ്ണവധുക്കളാണ് ഇവിടെ ഈ ശ്ലോകത്തിലെ നായികമാർ അഥവാ കർത്താഭാവത്തിലിരിക്കുന്നത്. അവര് കൃഷ്ണവധ്വഃ വിരേജു എന്നാണ്. വിരേജു എന്ന് പറഞ്ഞാൽ വിശേഷേണ രാജിച്ചു, വിശേഷേണ ശോഭിച്ചു. അപ്പം ഏതുപോലെ എന്തൊക്കെ ചെയ്തുകൊണ്ട് എന്നൊക്കെയാണ് അതിനെ വിശേഷിപ്പിക്കുന്നതാണ്, വർണ്ണിക്കുന്നതാണ് ബാക്കിയുള്ള പദങ്ങളെല്ലാം. അപ്പൊ കൃഷ്ണവധ്വഃ വിരേജുഹു. എങ്ങനെയുള്ള കൃഷ്ണവധ്വഃ അവരെ വർണ്ണിക്കുകയാണ്. പാദന്യാസൈഃ ഭുജവിദുതിഭിഃ സ്വസ്മിതൈർഭ്രൂവിലാസൈഃ ഭജ്യന്മദ്യൈ ചലകുചപടൈ കുണ്ഡലൈർ ഗണ്ഡലോലൈഃ സ്വിദ്യന്മുഖ്യഃ കബരരചനാഗ്രന്ഥയഃ ഗായന്ത്യഃ. 3 വിശേഷണങ്ങളാണ്. ബാക്കി ആ വിശേഷണങ്ങൾക്കുള്ള പൊടുപ്പും തൊങ്കലുകളുമാണ്. കൃഷ്ണവധ്വഃ എന്നുള്ളത് സ്ത്രീലിംഗ ശബ്ദത്തിന്റെ വധു എന്നുള്ളതായിട്ടുള്ള ഊകാരാന്ത ശബ്ദത്തിന്റെ പ്രഥമാ ബഹുവചനമാണ്. അപ്പൊ അതിന്റെ വിശേഷണങ്ങൾ എന്ന് പറയുമ്പോൾ പ്രഥമാ ബഹുവചനം തന്നെ ആയിരിക്കണം സ്ത്രീലിംഗ ശബ്ദങ്ങൾ. അത് സ്വിദ്യന്മുഖ്യഃ കബരരചനാഗ്രന്ഥയഃ ഗായന്ത്യഃ. ഇത്രയും പദങ്ങളാണ്. ബാക്കി എങ്ങനെയൊക്കെയാണ് അവര് സ്വിദ്യന്മുഖികളായിത്തീർന്നത് എന്ന് പറയുന്നതാണ് ആദ്യം പറയുന്ന വാക്കുകൾ. അപ്പൊ സ്വിദ്യന്മുഖ്യഃ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വിദ്യന്മുഖീ ഏകവചനം. മുഖീ എന്ന് പറഞ്ഞാൽ മുഖം. മുഖം സ്വിദ്യത്. സ്വിദ്യത് എന്ന് പറഞ്ഞാൽ വേർക്കുന്നത്. നല്ലതുപോലെ അവരുടെ ആയാസത്തിന്റെ അവരുടെ നൃത്തത്തിന്റെ ആ ഒരു എന്താ പറയുക ചലനം കൊണ്ട് അവരുടെ ശരീരം വിയർക്കുകയാണ്. അത് മുഖത്ത് നല്ലോണം പ്രകടമാകും. അതാണ് സ്വിദ്യന്മുഖ്യഃ എന്ന് പറഞ്ഞാൽ സ്വേദത്തോടുകൂടിയ മുഖത്തോടു കൂടിയവരും, വിയർപ്പൊഴുകുന്ന മുഖത്തോടു കൂടിയവരും. ഒഴുക എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് ഒഴുകുന്നുണ്ടാവില്ല, എങ്കിലും കാണാൻ നല്ല ചന്തം ഉണ്ടാവും, മഴ പെയ്യും പോലെ.
കബരരചനാഗ്രന്ഥയ, അവരുടെ കബരഗ്രന്ഥികളും രചനാഗ്രന്ഥികളും. കബരമെന്നാൽ തലമുടിക്കെട്ട്, ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ കെട്ടാണ്. അപ്പൊ കബരഗ്രന്ഥി എന്ന് പറഞ്ഞാൽ തലമുടിക്കെട്ട്, രചനാഗ്രന്ഥി എന്ന് പറഞ്ഞാൽ അരഞ്ഞാണം. അരഞ്ഞാണം നല്ലോണം അരയിൽ കെട്ടിയിട്ടുണ്ട്. അപ്പൊ വസ്ത്രം അഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് അരഞ്ഞാണം നല്ലതുപോലെ കെട്ടിയിട്ടുണ്ട്. തലയും നല്ലോണം മുറുക്കി കെട്ടിയിട്ടുണ്ട് അവര്. ഇനി അതൊക്കെ അഴിയാൻ തുടങ്ങിയിട്ടുണ്ടാവും. കബര രചനാഗ്രന്ഥയ കൃഷ്ണവദ് ഗായന്ത്യ, അവർ ഗാനം ചെയ്യുന്നവരുമായിരുന്നു. ഗായന്തീ ഏകവചനം, ഗായന്ത്യ ബഹുവചനം. അപ്പൊ ഗായന്ത്യ ഗാനം ചെയ്യുന്നവരുമായിരുന്നു. അപ്പൊ അവര് വേറെന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്? അവര് പാദന്യാസൈഹി, പാദന്യാസം, പാദങ്ങളെ വിന്യസിക്കുന്നത്. വൃത്താകൃതിയിൽ മണ്ഡലാകൃതിയിൽ നൃത്തം ചെയ്യുമ്പോൾ ആ നൃത്ത ചുവടുകൾ വെക്കുന്നവരായിട്ട് നൃത്തം. പാദന്യാസൈഹി ഭുജ വിദുതിഭിഹി, ഭുജങ്ങളുടെ വിദുതി എന്ന് പറഞ്ഞാൽ കൈകളുടെയും ചലനം, കൈകളുടെ ഇളക്കം, പരസ്പരം കൈകോർത്ത് പിടിച്ചിട്ടുണ്ട്. അപ്പോ ഇതിലൊക്കെ ഉണ്ടല്ലോ, തിരുവാതിരക്കളിയിലോ കുമ്മിയടി കളികളിലോ ഒക്കെ പരസ്പരം കൈകൾ തമ്മിൽ അടിക്കുന്നതും ചേർത്ത് പിടിക്കുന്നതും ഒക്കെ ആയിട്ടുള്ളതാണ് ഭുജവിദുതിഭിഹി, ഭുജങ്ങൾ കൊണ്ടുള്ളതായിട്ടുള്ള വിദുതികൾ, ഇളക്കങ്ങൾ. സസ്മിതൈഹി ഭ്രൂവിലാസൈഹി, നല്ല പുഞ്ചിരിയോടുകൂടിയ ഭാവങ്ങൾ. അതുപോലെ ഭ്രൂവിലാസം, പുരികക്കൊടികൾ ചലിക്കുന്നു. ആ സന്തോഷം ആഹ്ലാദമെല്ലാം പ്രകടിപ്പിക്കുന്ന, പരസ്പരം സ്നേഹത്തോടുകൂടി നോക്കുന്ന, അല്ലെ, ഗോപികമാര് കൃഷ്ണനെ മാത്രമേ കാണുന്നുള്ളൂ. ഓരോരുത്തരും അവരവരുടെ സമീപത്ത് നിൽക്കുന്ന കൃഷ്ണനെ നോക്കിക്കൊണ്ട്. ഭ്രൂവിലാസൈഹി, പുരികങ്ങളുടെ ചലനങ്ങളോടും. ഭജ്യൻ മദ്യൈഹി, അവരുടെ മധ്യദേശം എന്ന് വെച്ചാൽ അരക്കെട്ട്, ഇടുപ്പ്, ഒതുങ്ങിയ വയറാണ്, അല്ലേ? സുന്ദരികളായിരിക്കുമ്പോൾ ഒതുങ്ങിയ വയറായിരിക്കും. അത് ഭജ്യൻ എന്ന് പറയുമ്പോഴോ അതിങ്ങനെ പൊട്ടിപ്പോകുമെന്ന് തോന്നുന്നത് പോലെ അവരിങ്ങനെ കുമ്മിയടിക്കുകയോ അല്ലെങ്കിൽ ഇരിക്കുകയും എണീക്കുകയോ ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള സമയത്ത് അവരുടെ എന്താ പറയുക, ഇടുപ്പ് ഇപ്പോൾ പൊട്ടിപ്പോകുമോ എന്ന് തോന്നിപ്പോകുന്നർത്ഥം. അവരുടെ എന്താ പറയുക, സ്തനഭാരവും അല്ലെങ്കിൽ അരക്കെട്ടിന്റെ ഭാരവും അതിൻ്റെ ഇടയിൽ ഞെരുങ്ങുന്നതായിട്ടുള്ള ഈ ഉദരപ്രദേശവും, അത് മധ്യപ്രദേശം. ഭജ്യൻ, ഭഞ്ജിക്കപ്പെടുന്നത് പോലെയുള്ള, പൊട്ടിപ്പോകുന്ന പോലെ, തളരുന്ന പോലെയുള്ളതായിട്ടുള്ള മധ്യദേശത്തോടും. ഛലകുചപടൈഹി, അവരുടെ കുചവും പടവും ചലിക്കുന്നു, അല്ലെങ്കിൽ കുചപടങ്ങൾ ചലിക്കുന്നു. ഞാൻ രണ്ടായിട്ടും പറയാം. അപ്പൊ കുചം സ്തനങ്ങൾ, പടം വസ്ത്രങ്ങൾ. അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രവും അവരുടെ സ്തനങ്ങളും ചലിക്കുന്നു എന്നർത്ഥം. നൃത്തം വയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ശരീരത്തിന്റെ ചലനത്തിനനുസരിച്ച്, കാറ്റിനനുസരിച്ച് വസ്ത്രവും അതുപോലെ ശരീര ചലനത്തിനനുസരിച്ച് അവരുടെ കുചങ്ങളും ചലിക്കുന്നവരായിക്കൊണ്ട്. ഗണ്ഡലോലൈഹി കുണ്ടലൈഹി, ഗണ്ഡലോലം കവിളത്ത് ഇളകുന്നത് എന്നറിയാം. ഗണ്ഡം കവിൾത്തടമാണ്, അതിൽ ലോലമായിട്ട് ഇളകിയാടുന്ന കുണ്ടലങ്ങളോട് കൂടിയിട്ട്. അപ്പൊ കവിളത്ത് ചേർന്ന് ഇളകിയാടുന്നതായിട്ടുള്ള കുണ്ടലങ്ങളോടും കൂടിയ. സിദ്ധ്യം മുഖ്യ, സ്വേദത്തോടുകൂടിയ, വിയർപ്പോടുകൂടിയ മുഖങ്ങളോടുകൂടിയവരും. കബരരചനാഗ്രന്ഥയ, തലമുടിയും അരഞ്ഞാണും മുറുക്കെ കെട്ടിയിരിക്കുന്നവരുമായിട്ടുള്ള ആ ഗോപികമാർ. കൃഷ്ണവദ്വ തം ഗായന്ത്യ, ആ കൃഷ്ണനെ കുറിച്ച് തന്നെ പാടുന്നവരായിക്കൊണ്ട് നല്ല ഉച്ചത്തിൽ അവർ കൃഷ്ണനെ കുറിച്ച് കീർത്തനം ചെയ്യുന്നു. അങ്ങനെയുള്ള താഹ കൃഷ്ണവദ്വ മേഘചക്രേ തടിതഃ ഇവ വിരേജുഹു, മേഘചക്രേ, മേഘങ്ങളുടെ കൂട്ടത്തിൽ നർത്തം. തടിതഃ ഇവ, തടിത്തുക്കൾ എന്നാൽ മിന്നൽ കൊടികൾ എന്ന പോലെ. വിരേജുഹു, ശോഭിച്ചു. അപ്പൊ ഗോപികമാരെ മിന്നൽ കൊടികളോടും ഭഗവാനെ മേഘ സമൂഹത്തോടും ഉപമിച്ചിരിക്കണം. അപ്പൊ ഇടയിൽ മേഘങ്ങളാണ്, അല്ലെ? അപ്പൊ മേഘങ്ങളുടെ ഇടയിൽ കൂടെയാണ് മിന്നലുകൾ തിളങ്ങുക. അപ്പൊ നല്ല എന്താ പറയുക, മഴ ആരംഭിക്കാൻ നേരത്ത് കാർമേഘം തിങ്ങി നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ എവിടെയൊക്കെയാണ് മിന്നൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിന്നിത്തിളങ്ങും. അപ്പൊ അതുപോലെ ഇവിടെ കൃഷ്ണൻ നിറഞ്ഞിരിപ്പുണ്ട്, ഇടയിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. വർണ്ണാഭരണങ്ങളും അവരുടെ വസ്ത്രങ്ങളും അവരുടെ ശരീര കാന്തിയും എല്ലാം കൊണ്ടും മിന്നൽ കൊടികളെ പോലെ വിരാജിക്കുന്നു, ശോഭിക്കുന്നു എന്നർത്ഥം. അപ്പോ ഭഗവാനെ മേഘത്തോട്, ഗോപസ്ത്രീകളെ മിന്നലിനോടും ഉപമിച്ചു. അതുപോലെ
അവരുടെ മുഖത്ത് പൊടിയുന്ന വിയർപ്പ് തുള്ളികൾ വേണമെങ്കിൽ ചെറിയ മഴത്തുള്ളികൾ മഴ പെയ്യാൻ ആരംഭിക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ സ്പ്രിങ്കിളിങ് വരുന്നത് പോലെയുള്ളതായിട്ടുള്ള വിയർപ്പ് തുള്ളികൾ, അതുപോലെ ഇവരുടെ കർണാഭരണങ്ങൾ, ഇവർ പാടുന്നതായിട്ടുള്ള പാട്ടുകൾ വേണമെങ്കിൽ ഇടിശബ്ദം പോലെ വേണമെങ്കിൽ മുഴങ്ങുന്നതായിട്ട് ഇടിശബ്ദം പോലെയും ഒരു പുതുമഴ ആരംഭിക്കുന്നത് പോലെയുള്ളൊരു രംഗം. കാണുന്ന പ്രാണിവർഗങ്ങൾക്ക് മുഴുവൻ ആ പുതുമഴയുടെ ഒരു സന്തോഷം, ആഹ്ലാദം, ആനന്ദം, ആ രീതിയിൽ ഒരു മനോഹരമായിട്ടുള്ള ചിത്രമാണ് ഇവിടെ നമുക്ക് വ്യാസഭഗവാൻ വരച്ചു തന്നിരിക്കുന്നത്. പാദന്യാസൈർഭുജവിദുദിഭിഃ സസ്മിതൈർഭ്രൂവിലാസൈഃ ഭജ്യൻ മദ്യൈശ്ചലകുചപടൈഃ കുണ്ഡലൈർഗണ്ഡലോലൈഃ സ്വിദ്യന്മുഖ്യഃ കബരരസനാഗ്രന്ഥയ കൃഷ്ണവദ്ധോ ഗായന്ത്യസ്തം തടിദൈവത മേഘചക്രേ വിരേജുഃ ഉച്ചൈർജഗുർനൃത്യമാനാ രക്തകണ്ഠ്യോരതിപ്രിയാഃ കൃഷ്ണാവിമർശമുദിതാഃ യദ്ഗീതേനേദമാവൃതം. ഉച്ചൈർജഗുർനൃത്യമാനാ രക്തകണ്ഠ്യോരതിപ്രിയാഃ കൃഷ്ണാവിമർശമുദിതാ യദ്ഗീതേനേദമാവൃതം. ആ ഗോപികമാര് ഉച്ചത്തിൽ ഗാനം ചെയ്തതിനെ വർണ്ണിക്കുകയാണ്. നൃത്യമാനാഹ രക്തകണ്ഠ്യഃ രതിപ്രിയാഃ കൃഷ്ണാവിമർശമുദിതാഃ ആ ഗോപ്യഃ ഉച്ചൈഃ ജഗുഃ യദ്ഗീതേന ഇദം ആവൃതം. നൃത്യമാനാഹ, അങ്ങനെ നൃത്തം വയ്ക്കുന്നവരും, രക്തകണ്ഠ്യഃ, അവരുടെ കണ്ഠങ്ങളെല്ലാം ചുവന്നിട്ടുണ്ട്. അവരുടെ ചലനത്തിന്റെ ശരീരം മുഴുവൻ ചുമക്കും. സുന്ദരികൾക്ക് അല്ലെങ്കിൽ നല്ല തുടുപ്പ് വെളുപ്പ് നിറമുള്ളതായിട്ടുള്ള ആളുകൾക്ക് ഒരു ചെറിയ ചെറിയ ആയാസം മതി ശരീരത്തിന് തൊടുക്കാനായിക്കൊണ്ട്. അപ്പൊ എന്തായാലും ഇവരുടെ കണ്ഠം നല്ലതുപോലെ ചുവന്നിരിക്കുന്നു. കണ്ഠത്തിനാണ് ചലനം കൂടുതൽ ഉണ്ടാവുക. തലയൊക്കെ കുലുക്കി കുലുക്കി ചാടി ഭഗവാന്റെ കൈകൾ തങ്ങളുടെ തോളിൽ എടുത്തു വെച്ച് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് കണ്ഠം ചുവന്നവരായിട്ടും രക്തകണ്ഠ്യഃ രതിപ്രിയാഃ, ആനന്ദത്തിൽ പ്രിയത്തോടു കൂടിയവരായിട്ട്, രതിയിൽ ക്രീഡയിൽ പ്രീതിയോടുകൂടിയവരായിട്ട്, കൃഷ്ണാഭിമർശമുദിതാഃ, കൃഷ്ണന്റെ അഭിമർശം എന്ന് പറഞ്ഞാൽ സ്പർശം, കൃഷ്ണനുമായി ചേർന്നുരുമ്മ, ശരീരം പരസ്പരം ചേർന്ന് ഉരുമ്മിക്കൊണ്ടുള്ള കളിയാണ്. അപ്പൊ അതുകൊണ്ട് കൃഷ്ണ അഭിമർശം കൊണ്ട് മുദിതാഹ, ഭഗവാന്റെ സ്പർശം അവർക്ക് ആനന്ദം നൽകുന്നു, മോദം നൽകുന്നു. അങ്ങനെ മോദത്തോടു കൂടിയവരായി ഉച്ചൈഹി ജഗുഹു, ഉച്ചത്തിൽ ഗാനം ചെയ്യുന്നു. ബ്രഹ്മാനന്ദം അനുഭവിക്കുന്നവർ ഉച്ചത്തിൽ ഗാനം ചെയ്യും. അതൊക്കെ വേദങ്ങളിൽ, സാമവേദങ്ങളിൽ വളരെ മനോഹരമായിട്ടൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതുപോലെ ഇവരും ആ ബ്രഹ്മാനന്ദമാണ് ഭഗവാന്റെ അഭിമർശം കൊണ്ട് അനുഭവിക്കുന്നത്. അവരുടെ ആ ഒരു അനുഭൂതി, അവരുടെ സന്തോഷം, ആഹ്ലാദം ഉച്ചൈഹി ജഗുഹു, ഉച്ചത്തിലുള്ള ഗാനമായിട്ട് പുറത്തേക്ക് വരുന്നു. യത് ഗീതേന ഇതമാവൃതം, ഏതൊരുവരുടെ ഗീതം കൊണ്ട് ഈ ലോകം മുഴുവൻ വ്യാപിക്കപ്പെട്ടിരിക്കുന്നു. മൊത്തത്തിൽ ലോകം മുഴുവൻ വ്യാപിക്കപ്പെട്ടതുപോലെ എന്നുവെച്ചാൽ ആ പരിസരം മുഴുവൻ ഈ ഗോപികമാരുടെ ആഹ്ലാദ ഗാനം, ആ ഗീതം, ആനന്ദഗാനം അത് മുഴങ്ങുകയാണ് എന്ന് പറയുക. അത്യുച്ചത്തിൽ അവര് ഗാനം ചെയ്യുകയാണ്. അവരുടെ തുടർന്നുള്ളതായിട്ടുള്ള ചേഷ്ടകളെ ഗോപികമാര് പാടുന്നതിനെ കുറിച്ചൊക്കെ വിസ്തരിച്ച് പറയുന്നുണ്ട്. ഗോപികമാർ ഓരോരുത്തരും വിവിധങ്ങളായ രാഗങ്ങളിൽ പാടി എന്നൊക്കെ ഉണ്ട്. അങ്ങനെ 16,000 രാഗങ്ങൾ അവിടെ ഗോപികമാർ നിർമ്മിച്ചു എന്നും കൂടിയൊക്കെ പണ്ഡിതന്മാർ പറയുന്നു. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമുക്ക് വ്യാസൻ പറഞ്ഞത് മാത്രം കണ്ടു പോകാം. വ്യാസൻ പറഞ്ഞത് മാത്രം കാണുമ്പോഴാണ് ഇതിൽ എന്തെങ്കിലും അശ്ലീലമുണ്ടോ എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയണം. ഇത്രയും നേരം വായിച്ചതിൽ എന്തെങ്കിലും അശ്ലീലമുണ്ടോ? നാളെയും അല്ലെങ്കിൽ തുടർന്നും വായിക്കാനുണ്ട്.
അവിടെയും ഉണ്ടെങ്കിൽ പറയണം. ആരാ പറയുന്നത്? സാക്ഷാൽ ശ്രീശുക ബ്രഹ്മർഷി, പരമഹംസനായ ബ്രഹ്മജ്ഞാനിയായ മഹാത്മാവ്. അദ്ദേഹമുണ്ടോ അശ്ലീലം പറയുന്നു? വ്യാസൻ അശ്ലീലം പറയുമോ? അപ്പൊ ഈ രാസക്രീഡയെ മൂഢജനങ്ങളാണ് എന്തോ അശ്ലീലമായിട്ട് അവതരിപ്പിക്കുന്നത്. നമുക്കിത് ആസ്വദിക്കാം. നമുക്ക് വ്യാസൻ പറയുന്നത് വൃത്തിയായിട്ട് ആസ്വദിക്കാം. ഇപ്പൊ ഇന്നത്തെ സമയം കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിന് 24-ാം തീയതിയേ ഉള്ളൂ. ഇന്ന് വൈകിട്ട് ഞാൻ തിരുവനന്തപുരം പോവാണ്. 3 ദിവസം തിരുവനന്തപുരത്താണ്. അപ്പോൾ 24-ാം തീയതി വന്നിട്ട് തുടരാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കട്ടെ. ആ ഭഗവാന്റെയും ഗോപികമാരുടെയും ഭക്തിഭാവവും, അല്ലെങ്കിൽ ഭഗവാനും ഗോപികമാരും തമ്മിലുള്ള ആ ഒരു ഐക്യവും താദാത്മ്യവും ഇത് നമ്മളെ കൂടി പ്രചോദിപ്പിക്കട്ടെ. ഈ ഗോപികമാരെ പോലെ നിഷ്കളങ്ക ഭക്തിയോടെ എപ്പോഴും ഭഗവാനെ തന്നെ സ്മരിച്ച് ആ ഭഗവാനുമായി ഐക്യം പ്രാപിച്ച് ഈ ഒരു ആനന്ദം അനുഭവിക്കാൻ നമുക്കും എല്ലാവർക്കും യോഗം ഉണ്ടാവട്ടെ എന്ന് നമുക്കും സങ്കല്പിക്കാം, പ്രാർത്ഥിക്കാം. തൽക്കാലം നിർത്തുന്നു. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. തിരുവനന്തപുരത്ത് വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ നാളെയും മറ്റന്നാളും ഞാൻ ഉണ്ടാവും. നാളെ വൈകിട്ടാണ്, ഉച്ചയ്ക്ക് 3 മണിക്കാണ് എൻ്റെ ഒരു സെഷൻ, വിവേക ചൂടാമണി. അത് കഴിഞ്ഞപ്പോൾ 23-ാം തീയതി രാവിലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ശങ്കരഭാഷ്യ പാരായണം. തിരുവനന്തപുരത്തുകാരൊക്കെ ഉണ്ടെങ്കിൽ വരാം. ഹരിയോ. നാരായണ. ഹരിയോ.